മർത്തോമാ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വാർഷിക കൺവെൻഷനിൽ 2015 പങ്കുചേരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആണ്ടിൽ ഈ കൺവെൻഷൻ ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ സാഹചര്യം വന്നെത്തുവാനായിട്ട് അനുവദിച്ചില്ല. മർത്തോമാ സഭയുടെ ഒരുപാട് പള്ളികളിൽ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വചനം പ്രസംഗിക്കുവാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അടൂർ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന കൺവെൻഷനിൽ 6ാമത്തെ വർഷവും പ്രസംഗിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ വാർഷിക കൺവെൻഷനിൽ ഒരു വർഷത്തെ മുഴുവൻ സന്ദേശങ്ങൾ നൽകുവാൻ എനിക്ക് അവസരമുണ്ടായത് ഓർക്കുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ സ്നേഹക്കൂട്ടായ്മയിൽ കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കട്ടെ. അഭിയന്ന മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ദൈവം തരുന്ന ആലോചന നിങ്ങളോട് പങ്കിടുവാനാണ് അച്ഛനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രാർത്ഥിപ്പാനായിട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് നമുക്ക് പറവാനുള്ള കാര്യങ്ങൾ ദൈവത്തോട് പറയുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മുടെ സങ്കടങ്ങളുണ്ട്, ആവലാതികളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് പറയാനുള്ളത് മുഴുവനും നാം ദൈവത്തോട് പറയുന്ന ഇടമാണ് നമ്മുടെ പ്രാർത്ഥനാ വേദി. എന്നാൽ നാം ദൈവത്തോട് പറയുന്നതിൽ എത്രയോ മടങ്ങ് ദൈവത്തിന് നമ്മോട് പറയാറുണ്ട്. നാം ദൈവത്തോട് ആവശ്യപ്പെടുന്നതിൽ എത്രയോ അധികം കർത്താവിന് നമ്മളോട് ആവശ്യപ്പെടാനുണ്ട്. നാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ എത്രയോ കൂടുതൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന സ്ഥലമാണ് വചന പ്രഘോഷണ വേദി. ആമേൻ. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് സംസാരിച്ചു, വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ദിവസമാണ്, സമയമാണ് എന്ന ബോധത്തോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ തണലിൽ ഇരിപ്പാൻ ശ്രദ്ധിക്കണമേ. ഇന്ന് രാത്രി നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരുവാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ്. 90ാമത്തെ സങ്കീർത്തനത്തിലെ 12ാമത്തെ തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രാണപ്രിയനായ ഞങ്ങളുടെ പരിശുദ്ധനായ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ സന്ധ്യാകാലത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വന്നതല്ല, അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ഇന്നയോളം നിന്നതല്ല, അവിടുന്ന് ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾ യോഗ്യരായി കണ്ടതുകൊണ്ടല്ല, അവിടുത്തേക്ക് ഞങ്ങളോട് കൃപ തോന്നിയതിനാൽ തന്നെ. കർത്താവെ, പാദപീഠത്തിൽ ഇരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ. കർത്താവെ, ഈ രാത്രി ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കണമേ, വ്യക്തമായി സംസാരിക്കണമേ. കാതുകളോടല്ല കർത്താവെ, ഹൃദയങ്ങളോട് സംവദിക്കണമേ. ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ വന്നതുപോലെ മടങ്ങാതിരിപ്പാൻ, ഇരുന്നതുപോലെ എഴുന്നേറ്റ് പോകാതിരിപ്പാൻ, വന്ന വഴിയിലൂടെ തിരികെ പോകാതിരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. പുതിയ ദർശനങ്ങളും പുതിയ കാഴ്ചകളും പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ബോധ്യങ്ങൾ നൽകണമേ. തമ്പുരാനെ, ഞങ്ങൾ ഇരിക്കുന്ന ഈ പന്തലിന് മുകളിൽ ഇപ്പോൾ സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗദൂതന്മാരിവിടെ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ പന്തലിൽ പനിമഞ്ഞായി പെയ്തിറങ്ങണമേ, കൊടുങ്കാറ്റായി വീശിയടിക്കണമേ. വചനം തീമഴ പോലെ കത്തിയിറങ്ങി ദൈവമേ, ഞങ്ങൾ ആത്മവിശ്വതരാകുവോളം അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അവിടുന്ന് നിർത്തിയത് കൊണ്ട് മാത്രം നിന്റെ ദാസനോട് നിൽക്കുന്ന ദൈവമേ, അടിയനെ ആരും കാണില്ല ദൈവമേ. എഴുന്നള്ളി അടിയന്റെ മുൻപിൽ നിൽക്കണമേ. അടിയന്റെ ശബ്ദം ആരും കേൾക്കല്ല ദൈവമേ. സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യണമേ. അന്തരീക്ഷം മുഴുവനും അവിടുത്തെ നിയന്ത്രണത്തിൽ ഇരിക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗം നിങ്ങൾക്ക് പരിചിതമെന്ന് നിനക്കട്ടെ. 90ാമത്തെ സങ്കീർത്തനത്തിലെ 12ാമത്തെ തിരുവചനം ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ദൈവമേ ഞങ്ങളെ ഉപദേശിക്കണമേ. 90ാമത്തെ സങ്കീർത്തനം മോശ പാടിയതാണെന്ന് അതിന്റെ തലവാചകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യവേദ പുസ്തകത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പാട്ടുപുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. 150 സുന്ദരമായ പാട്ടുകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അതിൽ സ്തോത്രഗാനങ്ങളുണ്ട്, നന്ദിയുടെ പാട്ടുകളുണ്ട്, പ്രതീക്ഷയുടെ പാട്ടുകളുണ്ട്, രക്ഷ അനുഭവിച്ച ജനത്തിന്റെ കൃതജ്ഞതാ നിർഭരമായ സ്തോത്രഗീതങ്ങളുണ്ട്. ഭൂരിഭാഗം ഗീതങ്ങളും പാടിയിട്ടുള്ളത് ഇസ്രായേലിന്റെ രാജാവും കവിയും ദീർഘദർശിയുമായ ദാവീദാണ്. ദാവീദിന്റെ പുത്രനായ സോളമൻ പാട്ടുപാടിയിട്ടുണ്ട്. കോരഹപുത്രന്മാർ പാട്ടുപാടിയിട്ടുണ്ട്. ആസാഫും പാട്ടുകൾ പാടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവാനായ മോശയും പാട്ടുകൾ പാടിയിട്ടുണ്ട്. മോശ പാടിയ പാട്ട് 90-91 സങ്കീർത്തനങ്ങൾ വളരെ അർത്ഥസമ്പുഷ്ടമായ പാട്ടുകളാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത വ്യക്തമായി വരച്ചിടുന്ന വരികളാണ് മോശയുടെ സങ്കീർത്തനത്തിന്റെ പ്രസക്തി. ഈ സങ്കീർത്തനത്തിന്റെ മുഴുവൻ വാക്കുകളും ചിന്തയ്ക്കായിട്ട് വേർതിരിച്ചാൽ ഇന്ന് രാത്രി പുലരുവോളം ഇരുന്നാൽ ധ്യാനം തീരുകയില്ല. ഈ വാക്യം പോലും ധ്യാനിച്ചു തീർക്കാൻ ഈ രാത്രി അനുവദിക്കപ്പെട്ട സമയം മതിയാകയില്ല. എങ്കിലും വളരെ വേഗം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ഇവിടെ ഒരു ഭാഗ്യവാൻ പ്രാർത്ഥിച്ചത് കേട്ടോ, ഞങ്ങളുടെ നാളുകൾ എത്രയെന്ന് എണ്ണി നോക്കാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ദൈവമേ ഞങ്ങൾക്ക് തരികയും ഞങ്ങളെ ഉപദേശിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. ഒരുപക്ഷെ ലോകത്താരും ചിന്തിക്കാത്ത, ആരും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന ഭാഗ്യവാനായ മോശ പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, നമുക്കറിയാം, നമ്മളൊക്കെ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്, എന്നും പ്രാർത്ഥിച്ചവരാണ്, ഇനിയും പ്രാർത്ഥിപ്പാനിരിക്കുന്നവരാണ്. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ നാളുകളിൽ ഒരുപാട് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് ആളുകൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന്. നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മുടെ പ്രാർത്ഥന നമ്മൾ മാത്രം കേൾക്കുന്നില്ല. ദൈവം കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു ചിന്തയുമല്ല. മറ്റുള്ളവരൊക്കെ കേൾക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മധുര മനോഹര ഭാഷയിൽ നാം പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ കുഴപ്പം, നമ്മുടെ പ്രാർത്ഥന ഒരു വാക്കിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഒരേ ഒരു വാക്കിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഏതാണ് വാക്കെന്നറിയാമോ? അനുഗ്രഹം. നമ്മൾ എന്താ പ്രാർത്ഥിക്കാറുള്ളത്? ദൈവമേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സമ്പത്തിനെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വസ്തുവകകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കൃഷികാര്യങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഈ മനുഷ്യനാകെ ദൈവത്തോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. അതിന് പുറത്ത് മറ്റൊന്നും നമുക്ക് ദൈവത്തിൽ നിന്നും വേണ്ട. ഇനി വേറെ ചിലർ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല: ദൈവമേ ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കണമേ, ഞങ്ങളുടെ ശത്രുപീഠം മാറ്റണമേ, ഞങ്ങളുടെ മുന്നിലെ തടസ്സം നീക്കണമേ, നല്ല വിവാഹം നടത്തി തരണമേ, നല്ല മക്കളെ നൽകി ഞങ്ങളെ സംതൃപ്തിപ്പെടുത്തണമേ എന്നിങ്ങനെ പോകുന്നു പ്രാർത്ഥന. അനുഗ്രഹം എന്നൊരു വാക്ക് അവിടെ ഉച്ചരിച്ചിട്ടില്ല നിശ്ചയം, പക്ഷെ ചോദിച്ചത് ഇതൊക്കെ തന്നെയാണ്. ആദ്യം ചോദിച്ചതിന്റെ വേറൊരു വേർഷൻ: അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ആവർത്തിച്ച് ദൈവത്തോട് വിലാപം കഴിക്കുന്നവർ അനുഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ അനുഗ്രഹത്തിന് വേണ്ടി അലറി വിളിക്കുന്നതെന്ന് ഇപ്പോഴും നിശ്ചയമില്ലാത്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ജനത്തിന് വന്നിട്ടുള്ള വളരെ തെറ്റായ ഒരു ധാരണ: ലൗകിക നേട്ടങ്ങളാണ് അനുഗ്രഹം, സുഖത്തോടിരിക്കുന്നതാണ് അനുഗ്രഹം, ഈ ലോകം മുഴുവനും സ്വന്തമാകുന്നതാണ് അനുഗ്രഹം, ഈ ലോകം മുഴുവൻ എൻ്റെ കൈക്കീഴിലാകുന്നതാണ് അനുഗ്രഹം, ഈ ലോകത്ത് എല്ലാവരുടെയും മുകളിൽ ഞാൻ എത്തുന്നതാണ് അനുഗ്രഹം, എല്ലാവരുടെയും മുൻപിൽ ഞാൻ നടന്നു കയറി എത്തുന്നതാണ് അനുഗ്രഹം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ലോകത്ത് ആരെന്നെ കണ്ടാലും എന്നോട് അസൂയ തോന്നത്തക്കവണ്ണം ഞാൻ ഭൗതികമായി സംതൃപ്തിയും ഔന്നത്യവും പ്രാപിക്കുന്നതാണ് അനുഗ്രഹമെന്ന് ആരോ ഈ ജനത്തെ തെറ്റായി ധരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജനത്തിന് ആകെ വേണ്ടത് ഈ ഒരു സംഗതി മാത്രമാണ്. നിങ്ങൾ ഒന്ന് മനനം ചെയ്യ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിന്റെ സുഖം, ലോകത്തിന്റെ ലാഭം, ലോകത്തിന്റെ നേട്ടം, ലോകം തരുന്ന സംതൃപ്തി, ഈ ലോകത്തെ ഔന്നത്യം, ഈ ലോകത്തെ ആഡംബരം, ഈ ലോകത്തെ സുഖലോലുപത, ഇത് കർത്താവ് സൈഡിൽ നിന്ന് ശരിയാക്കി തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിച്ച് ശീലിച്ച നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഭാഗ്യവാനായ മോശ പ്രാർത്ഥിച്ചത് നിങ്ങൾ കേട്ടോ: കർത്താവേ, എന്റെ നാളുകളൊന്ന് എണ്ണി നോക്കാൻ നീ എന്നെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. ഇനി എനിക്ക് മുമ്പിൽ എത്ര നാൾ മിച്ചമുണ്ടെന്ന് എണ്ണി നോക്കാൻ ദൈവമേ നീ എന്നെ ഒന്ന് ഉപദേശിക്കണമേ. നമ്മളൊക്കെ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒന്ന് ചോദിക്കുക മനസാക്ഷിയോടെ. നേരെ ഇതിന്റെ എതിർവശം നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ? കർത്താവേ, എനിക്ക് ദീർഘായുസ് തരണമേ, എന്റെ പപ്പയ്ക്ക് ദീർഘായുസ് കൊടുക്കണമേ, മമ്മിക്ക് ദീർഘായുസ് കൊടുക്കണമേ, എന്റെ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണമേ, എന്റെ ജീവിത പങ്കാളിക്ക് ദീർഘായുസ് കൊടുക്കണമേ. ഇതെല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ ഇനി എത്ര നാളുകൾ മിച്ചമുണ്ടെന്ന് എണ്ണി നോക്കാൻ എന്നെ ഉപദേശിക്കണമേ എന്ന് ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചിട്ടില്ല.
നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. ഇത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഓർക്കുന്നത്, 25 വർഷം പിന്നിട്ടു പൗരോഹിത്യ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥന ചോദിച്ച് അച്ഛൻ്റെ മുമ്പിൽ വന്നു. കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരുണ്ട്, നടത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ എടുത്തു പിടിച്ചിട്ടുണ്ട് ചിലർ. അച്ഛ ഒന്ന് കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ടവരെ, കൗമാരക്കാരുണ്ട്, യൗവനക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, വാർദ്ധക്യത്തിലെത്തിയവരുണ്ട്, മരണശയ്യയിൽ രോഗം കാത്തുകിടക്കുന്ന വയോവൃദ്ധരും ആലംബഹീനരും രോഗികളുമായ ആളുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ്റെ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണൊരു വാക്ക്, കർത്താവേ, ഈ ആൾക്ക് ദീർഘായുസ് കൊടുക്കണമേ, ഈ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കണമേ, ഈ വൃദ്ധന് ദീർഘായുസ് കൊടുക്കണമേ. മരണശയ്യയിൽ നിമിഷങ്ങൾ എണ്ണിക്കിടക്കുന്ന രോഗികളുടെ ശിരസിൽ കൈവച്ചപ്പോഴും അച്ഛൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ദീർഘായുസ് കൊടുക്കണമേ. നമ്മളൊക്കെ ദീർഘകാലം ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആശിക്കുന്നവരുമാണ്. എന്തിനേറെ എൻ്റെ ദീർഘായുസിനു വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അടുത്ത നാളിൽ വരെ എനിക്കത് വേണ്ടവണ്ണം ബോധ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ 8 മാസം മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചൊരു ചെറുപ്പക്കാരൻ എന്നെ ഞെട്ടിപ്പിച്ചു. അവൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന, യൂട്യൂബിലും മറ്റു പ്രസംഗങ്ങൾ പറയുന്ന ആ പൗലോസ് അച്ഛനാണോ? ആണല്ലോ. ഇവനൊരു 10 ഹല്ലേലൂയ വിളിച്ചു. ഞാൻ ചോദിച്ചു, ആരാ? മനസ്സിലായില്ല. അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ജന്മം കൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ഹൈന്ദവനാണ്. പക്ഷേ അച്ഛാ, ഇപ്പോൾ ഞാൻ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. എനിക്ക് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തന്നത് അച്ഛൻ്റെ നാവാണ്. എനിക്ക് യേശു ക്രിസ്തുവിൽ ജീവൻ ഉണ്ടാക്കി തന്നത് അച്ഛൻ്റെ വാക്കാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് സംസാരിക്കാൻ സാധിച്ചതിലാണ് ദൈവത്തെ സ്തുതിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, അച്ഛൻ, ഞാൻ സൗദി അറേബ്യയിൽ ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തും, ഞങ്ങൾ രണ്ടുപേരും ബാച്ചിലേഴ്സാണ്. അവൻ ക്രിസ്ത്യാനിയും ഞാൻ ഹിന്ദുവുമാണ്. ഞങ്ങൾക്ക് കമ്പനിയെ തന്ന ബാച്ചിലർ അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. അച്ഛനോട് ഞാൻ സംസാരിക്കുന്നതിന് 6 മാസം മുമ്പ് ഒരു ദിവസം വൈകിട്ട് കമ്പ്യൂട്ടർ തുറന്ന് യൂട്യൂബ് എടുത്ത് എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ഒരു പ്രസംഗം പരസ്യമായി ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ പ്ലേ ചെയ്തു. ഞാൻ എന്തോ അസ്വസ്ഥനായി. ഞാൻ അവനോട് പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ സുഹൃത്തുക്കളാണ്, നിന്റെ മതത്തിന്റെ പ്രഭാഷണം നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന മുറിയിൽ പരസ്യമായി വെക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ക്ഷമിക്കണം, ഇയർഫോൺ എൻ്റെ കയ്യിലില്ല, ഇന്നൊരു ദിവസത്തേക്ക് നീ എന്നോട് ക്ഷമിക്കണം. നാളെ ഞാൻ ഒന്നെങ്കിൽ ഇയർഫോൺ വാങ്ങാം, അല്ലെങ്കിൽ ഇത് കേൾക്കാതിരിക്കാം, നീ എന്നോട് പൊറുക്കണം. വഴക്കുണ്ടാക്കി എനിക്ക് ശീലമില്ല, അവനും ശീലമില്ല. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ക്ഷമിച്ചു, മൗനമായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രസംഗം കേട്ടു. ഫാദർ 1.5 മണിക്കൂർ നീണ്ടു നിന്ന പ്രഭാഷണം അങ്ങ് അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണുകൾ അടച്ചു. എന്റെ സുഹൃത്തും കണ്ണടച്ചു, ഞാനും കണ്ണടച്ചു. അച്ചോ, ആ നിമിഷങ്ങളിൽ അവൻ കരഞ്ഞു, എനിക്കറിയില്ല. പക്ഷേ എന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി ഒഴുകുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛൻ പ്രസംഗം കഴിഞ്ഞ് അവൻ ടെലിവിഷൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെച്ച് കടന്നുപോയി. ഞാനോ കണ്ണ് തുറന്നില്ല, എഴുന്നേറ്റില്ല. അവൻ തിരികെ വന്ന് എന്റെ ചുമലിൽ തട്ടി. അവൻ എന്നോട് ചോദിച്ചു, നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? അല്ല, ഞാൻ കണ്ണ് തുറന്നു. ഞാൻ കരയുന്നത് അവൻ കാണാതിരിക്കാൻ ഞാൻ മുഖത്തുടച്ച് എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് വൈകുന്നേരമായി അവൻ കമ്പ്യൂട്ടർ തുറക്കുന്നില്ല. ഞാൻ ചോദിച്ചു, ഇന്ന് പ്രസംഗം വെക്കുന്നില്ലേ? അവൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഞാൻ വെക്കുന്നില്ല, എനിക്ക് ഇഷ്ടമാണ്, വെക്കണം. അവൻ ഞെട്ടിപ്പോയി. കമ്പ്യൂട്ടർ തുറന്ന് പ്രസംഗം വെച്ചു. രണ്ടാമതൊരു പ്രസംഗം ഞാൻ കേട്ടു. അച്ഛൻ 3-ാം ദിവസവും 4-ാം ദിവസവും ആവർത്തിച്ചു. പിന്നെ ആ പണി ഞാൻ ഏറ്റെടുത്തു. പിന്നെ എല്ലാ ദിവസവും ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. അത് ഓരോന്നും എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരോടാൻ തുടങ്ങി. കാൽവരിയിൽ ജീവൻ തന്ന ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്റെ നെഞ്ചിനകത്ത് ജീവിക്കാൻ തുടങ്ങി. ജീവിക്കുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, സഹകരിക്കുന്ന ദൈവം, പാപിയുടെ പാപം ഏറ്റെടുക്കുന്ന ദൈവം, പാപിയെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ശക്തമായി വന്ന് പതിക്കാൻ തുടങ്ങി. അച്ഛോ, പിന്നെ ഞാൻ അതൊരു ലഹരിയായി മാറ്റി. അച്ഛൻ അറിയുമോ, കഴിഞ്ഞ 6 മാസം കൊണ്ട് അച്ഛൻ പറഞ്ഞതും എനിക്ക് യൂട്യൂബിൽ കിട്ടിയതുമായ 26 പ്രസംഗങ്ങൾ ഞാൻ മനഃപാഠം പഠിച്ചു. അച്ചോ, ഇനി ഏതാണ് പുതിയ പ്രസംഗം എനിക്ക് ലഭിക്കുക, എന്നാണത് അപ്ലോഡ് ചെയ്യുക? ഞാൻ പറഞ്ഞു, മോനെ, ഈ പ്രസംഗങ്ങളൊന്നും ഞാനായിട്ട് അപ്ലോഡ് ചെയ്തതല്ല, അതൊക്കെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന ആരോ ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയില്ല പുതിയ പ്രസംഗം എപ്പോഴാണ് വരുന്നതെന്ന്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഈ പ്രസംഗങ്ങളെല്ലാം ഞാൻ മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അച്ഛൻ കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ടെലഫോണിന്റെ കാതോട് ചേർത്ത് ഞാൻ വെച്ചിരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ആക്രൈസ്തവനായ ചെറുപ്പക്കാരൻ അച്ഛൻ പറഞ്ഞൊരു പ്രസംഗം അക്ഷരപ്രാസം തെറ്റാതെ അങ്ങേ തലക്കൽ നിന്ന് പ്രസംഗിച്ചു തുടങ്ങി. 20 മിനിറ്റ് ആ ഫോൺ എന്റെ കയ്യിലിരുന്ന് കുറച്ചു. എന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഞാൻ പറഞ്ഞു, മോനെ, മതി, എനിക്ക് സന്തോഷമായിരിക്കും, അത് മനഃപ്പാഠം പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ശേഷം അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, അച്ചോ, അച്ഛനറിയുമോ, കഴിഞ്ഞ 6 മാസമായി ഒറ്റ ദിവസം മുടങ്ങാതെ എല്ലാ രാത്രിയും ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നത്? അവൻ പറഞ്ഞു, അച്ഛാ, പ്രസംഗം കേട്ട ശേഷം കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കണ്ണടച്ച് നിലത്ത് മുട്ടുകുത്തി കൈവിരിച്ച് നിൽക്കും. എന്നിട്ട് ഞാൻ എൻ്റെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കും. ഒരേ ഒരു വാചകം, അത് ഒരുപക്ഷെ 100 പ്രാവശ്യമോ അതിലധികം പ്രാവശ്യമോ ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കും. എന്താണ് കുഞ്ഞെ നീ പ്രാർത്ഥിക്കുന്നത്? അവൻ പറഞ്ഞു,
കർത്താവേ ഈ പുരോഹിതന് ദീർഘായുസ് കൊടുക്കണമേ, കർത്താവേ ഈ പുരോഹിതന് ദീർഘായുസ് കൊടുക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസിൽ ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ജന്മം കൊണ്ട് അക്രൈസ്തവനും ഇപ്പോൾ ക്രിസ്ത്യാനിയുമായി ജീവിക്കുന്ന, സൗദി അറേബ്യയിൽ ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ 1.5 കൊല്ലത്തോളമായി എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം രാത്രിയും മുടങ്ങാതെ എനിക്ക് വേണ്ടി, എന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഞാൻ അനേകരുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനേകർ എന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പരസ്പരം ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകം വിട്ട് പോകാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് മരണം ചെയ്ത് അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ച് ശീലിച്ച നമ്മെ ഞെട്ടിച്ചുകൊണ്ട് ഭാഗ്യവാനായ മോശ പ്രാർത്ഥിച്ചത് കേട്ടോ, കർത്താവേ ഇനി എനിക്ക് മുമ്പിൽ എത്ര നാൾ മിച്ചമുണ്ടെന്ന് എണ്ണി നോക്കാൻ, ഈ ജീവിതത്തിൽ എപ്പോൾ തിരശ്ശീല വീഴുമെന്ന് എണ്ണി നോക്കാൻ, ഞാൻ ഇനി എത്ര നാൾ കൂടെ ജീവിച്ചിരിക്കുമെന്ന് എണ്ണി നോക്കാൻ, എന്റെ ദൈവമേ നീ എന്നെ ഒന്ന് ഉപദേശിക്കണമേ. ഹല്ലേലൂയ. ഈ ഫീഡ്ബാക്ക് ഇതിൽ കൂടി ഒന്ന് കയറ്റി തരാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ഭാഗ്യവാനായ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ആഴമായി സ്പർശിക്കേണ്ടിയിരിക്കുന്നു. ഇനി എനിക്ക് എത്ര നാൾ മിച്ചമുണ്ട് ഈ ഭൂമിയിൽ, ഇനി എനിക്ക് എത്ര നാൾ മിച്ചമുണ്ട് ഈ ശരീരത്തിൽ, ഞാൻ ഇനി എത്ര നാൾ കൂടെ ഭൂമിയിൽ ജീവിച്ചിരിക്കും, എപ്പോഴാണ് ഈ ജീവിതത്തിന് തിരശ്ശീല വീഴുക, ഈ രാത്രി പുലരും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ, നാളെ പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യനെ എന്റെ കണ്ണ് കാണുമോ, നാളെ പ്രഭാതത്തിൽ കണ്ണു തുറന്ന് കിടക്കപ്പെട്ട് ഞാൻ എഴുന്നേൽക്കുമോ, അതോ ഈ രാത്രിയിൽ എന്റെ ജീവിതത്തിന് തിരശ്ശീല വീഴുമോ, ഈ പറയുന്ന പ്രസംഗം മുഴുവയ്ക്കും വരെ ഞാൻ ഇവിടെ നിൽക്കുമോ, എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല, നിശ്ചയമായിട്ടും നമുക്ക് ബോധ്യമില്ല. ഇനി എത്ര നാൾ മിച്ചമുണ്ടെന്ന് അറിയില്ല നമുക്ക്. ഇത്ര നാൾ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചല്ലോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രായം കൃത്യമായിട്ട് അറിയാം. എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്റെ ജീവിതം കൊണ്ട് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ രൂപം കൊടുത്ത് ഊനം തട്ടാതെ ഈ ഭൂമിയിൽ ജനിക്കുമാറാക്കി പിറന്ന ശേഷം ഇന്ന് വരെ കയ്യും കാലും കണ്ണും ചെവിയും നാക്കും മൂക്കുമുള്ളവനായി, വിവേകവും പരിജ്ഞാനവും ഉള്ളവനായി എന്നെ കാത്തുപരിപാലിച്ച് ഇന്നോളം എന്നെ കൊണ്ടുവന്ന എന്റെ പൊന്നു തമ്പുരാന് എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? എന്നെ നൊന്നുപറ്റ എന്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? എന്നെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കാൻ തന്റെ ജീവിതം ഹോമിച്ച അകാല വാർദ്ധക്യത്തിൽ ലോകം വിട്ടുപോയ എന്റെ അപ്പൻ എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? ഈ ജീവിതം എനിക്ക് വേണ്ടി ഹോമിച്ച് എന്റെ കൂടെ ജീവിതത്തിന്റെ സകല തകർച്ചകളും വളർച്ചകളും പങ്കിടാൻ ഇറങ്ങിത്തിരിച്ച് 25 ആണ്ട് എന്റെ കൂടെ കുടുംബജീവിതം പങ്കിട്ട എന്റെ പങ്കാളിക്ക് എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? ഈ നാളുകളിൽ എന്റെ ജീവിതം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഇനി എനിക്ക് എത്ര നാൾ മിച്ചമുണ്ട്? ഞാൻ ഇനി എത്ര നാൾ കൂടെ ജീവിച്ചിരിക്കും? ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് താല്പര്യപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇരിപ്പും ഭാവവും കണ്ടിട്ട് നിങ്ങൾ വല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്നു, നിങ്ങൾ വല്ലാതെ രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നു. ഞാൻ ഇട്ട വസ്ത്രം കറുപ്പായത് കൊണ്ടോ ശിരസിൽ തൊപ്പി വെച്ചിരിക്കുന്നത് കൊണ്ടോ എന്താണ് നിങ്ങൾ ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചിലരുടെ നോട്ടം കണ്ടിട്ട് ഏതാണ്ട് മൃതദേഹത്തെ നോക്കുന്നത് പോലെയാണ് നിങ്ങളെന്നെ നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് ദാരുണമായി നോക്കരുത്. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവനോടെ നിൽക്കുകയാണ്. നിങ്ങൾ ആ മസിലൊന്ന് വിട്ടിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ എത്തുന്നില്ല എന്നൊരു ആശങ്ക എന്നെ ഭരിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചത്. നിങ്ങൾ കുറെ കൂടെ ഊഷ്മളമായ ഭാവത്തോടെ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. നിങ്ങൾക്ക് ഹല്ലേലൂയ പറയാൻ അറിയാമെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് അല്ലേലും വയ്യെന്ന്, ഇപ്പൊ പറഞ്ഞതാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവാണ്. ഇന്ന്
2015 ആണ്ട് 11-ാം മാസം 20-ാം തീയതി വെള്ളിയാഴ്ച സകല സുഖദുഃഖങ്ങളോടും കൂടെ പടിയിറങ്ങി പോയപ്പോൾ ഞാൻ മരണത്തോട് ഒരു ദിവസം കൂടെ അടുത്തെത്തിയിരിക്കുന്നു. ആമേൻ. മരണം എന്നോട് ഒരു ദിവസം കൂടെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഒരു കാര്യം ഉറപ്പാണ്, ദുഷ്കാലമാകയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ആമേൻ. ഇത് ദുഷ്കാലമാകയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇവിടെ ഇരിക്കുന്ന പലരും നനയ്ക്കുന്നുണ്ട്, ഞാൻ ആരോഗ്യ ദൃഢഗാത്രനാണ്, മിനിഞ്ഞാന്നാണ് എക്സിക്യൂട്ടീവ് ചെക്കപ്പ് നടത്തിയത്, എന്റെ ബ്ലഡ് പരിശോധിച്ചതിൽ തരക്കേടൊന്നുമില്ല, ഞാൻ TMT ടെസ്റ്റ് പാസ്സായതാണ്, ഹാർട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല ആരോഗ്യമുണ്ട് എനിക്ക്, ഇനിയും ഒരു 40 ആണ്ട് ലോകത്ത് ജീവിക്കാനുള്ള ഊറ്റമുണ്ട്, എനിക്ക് ഒരു തരക്കേടുമില്ല, തകരാറുമില്ല. പക്ഷെ ഇന്ന് രാത്രി പുലരും മുമ്പ് അടിയിൽ ഒരു വര കർത്താവ് വരച്ചാൽ ഉണരില്ല. പ്രത്യേകിച്ച് അതിനൊരു കാരണവും വേണ്ട. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവുണ്ടാകണം. യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ആമേൻ. ഇത് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടായാൽ മാത്രം നാം വിവേകമതികളായി എന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ, മരണത്തെ ആരോ വിളിച്ച മനോഹരമായ ഒരു പേരുണ്ടല്ലോ, ഔചിത്യബോധമില്ലാത്ത കോമാളി. ആരാണത് വിളിച്ചതെങ്കിലും ഒരു ഷെയ്ഖാൻ അർഹതയുണ്ടാ വിളിച്ചയാൾക്ക്? സത്യമാണ് ആ വിളി, ഔചിത്യബോധമില്ലാത്ത കോമാളി. ഒരു സംഭവം അച്ഛൻ നിങ്ങളോട് പറഞ്ഞും വെക്കട്ടെ. പ്രിയപ്പെട്ട സാമാന്യം നല്ല ധനസ്ഥിതിയുള്ള ഒരു വീട്ടില് 5 മക്കളുടെ അമ്മ 70-ാമത്തെ വയസ്സിൽ ശരീരം തളർന്ന് കിടപ്പിലായി. പ്രിയപ്പെട്ടവരെ, മക്കൾ അമ്മച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്നു, അമ്മച്ചി മക്കളെ അതിലൊരുപാട് സ്നേഹിക്കുന്നു. മക്കൾ അമ്മച്ചിയെ ചികിത്സിക്കാൻ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, അലോപ്പതി ആദ്യം ചെയ്തു, ആയുർവേദം പിന്നെ ചെയ്തു, ഹോമിയോ അതിനുശേഷം ചെയ്തു, യുനാനി അത് കഴിഞ്ഞ് ചെയ്തു, നാട്ടുവൈദ്യവും പാരമ്പര്യ വൈദ്യവും ചെയ്തു. 5 കൊല്ലത്തിനുള്ളിൽ സകല മെഡിക്കൽ സയൻസും ഒരേപോലെ പറഞ്ഞൊരു വാക്ക്, സോറി സോറി സോറി. എല്ലാ വിഷകുരന്മാർക്കും ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവർക്കും ഒടുവിൽ പറയാൻ ഒരു വാക്കേ ഉള്ളൂ, എന്താണത്? സോറി. അതിനപ്പുറത്ത് അവർക്കൊന്നും പറയാനില്ല. ആ 75-ാമത്തെ വയസ്സിൽ അമ്മയ്ക്കും മക്കൾക്കും മനസ്സിലായി ചികിത്സ ഫലിക്കില്ല. അന്നു മുതൽ ഈ അമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ ഇനി എന്നെ ചികിത്സിക്കേണ്ട, ഒരാശുപത്രിയിലും കൊണ്ടുപോകണ്ട, ഈ ചികിത്സ ഇവിടെ മതിയാക്കുക. ആ നിമിഷം മുതൽ അമ്മച്ചി പ്രാർത്ഥിച്ചു തുടങ്ങി, പതുക്കെയും ഉറക്കെയും, കർത്താവേ എനിക്ക് മതിയായി, ഇനി ജീവിക്കണമെന്ന് ഒരു കൊതിയുമില്ല, എന്റെ മക്കളെ കഷ്ടപ്പെടുത്തരുത്, എന്നെ അങ്ങ് എടുത്തു കൊണ്ടാട്ടെ, നീ മരണദൂതനെ പറഞ്ഞു വിട്ടെ, ഞാൻ പോരാൻ തയ്യാറാണ്, ഇതാ ഞാൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്, വേഗത്തിൽ വന്നാട്ടെ, എന്നെ കൊണ്ടുപോയാട്ടെ. പ്രിയപ്പെട്ടവരെ, പതുക്കെയും ഉറക്കെയും അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 കൊല്ലം കിടന്ന കിടപ്പിൽ അമ്മച്ചി കിടന്നു. അമ്മച്ചിക്ക് ബ്ലഡ് സോർ വന്നു, ശരീരത്തിൽ വ്രണം രൂപപ്പെട്ടു, ഭയങ്കരമായി ശരീരത്തിൽ വ്രണങ്ങൾ വലിയ ദ്വാരങ്ങളായി മാറി. മനുഷ്യ ശരീരം ചീഞ്ഞാൽ ഇത്രയും ദുർഗന്ധം ലോകത്ത് ഒരു ജീവിയുടെ ശരീരം ചീഞ്ഞാലുമില്ല. നിങ്ങൾക്കറിയാമോ, മനുഷ്യ ശരീരത്തിന്റെ ദുർഗന്ധം അത്രയ്ക്ക് ഭീകരമാണ്. കൂട്ടത്തിൽ ഒരു സത്യം കൂടെ പറയാം, ജീവിച്ചിരുന്നാലും ചത്താലും ഇത്രയ്ക്ക് നാറ്റമുള്ളൊരു ജീവി ലോകത്ത് വേറെയില്ല. അതിന്റെ പേര് മനുഷ്യൻ എന്നാണ്. കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കണ്ണാടിയിൽ നോക്കിയാൽ കാണാം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഈ അമ്മച്ചി സ്വന്തം ശരീരത്തിൽ ബ്ലഡ് സോർ രൂപപ്പെട്ട് അതിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വമിക്കൊണ്ട് ആഹാരം കഴിക്കാൻ പോലും കഴിയാതെ അസ്വസ്ഥതപ്പെടുകയാണ്. ഈ കിടന്ന കിടപ്പിൽ അമ്മച്ചി നെഞ്ചു തല്ലി കരയും, കർത്താവേ എന്നെ ഒന്ന് കൊണ്ടുപോയിക്കോ, മാലാഖയെ പറഞ്ഞു വിട്ടോ, ഞാനൊന്ന് പോരാൻ തയ്യാറാ, എനിക്കൊരു മടിയുമില്ല. ഏതെങ്കിലും മക്കൾ അമ്മ മരിക്കാൻ പ്രാർത്ഥിക്കുമോ? എനിക്കറിയില്ല. ഒരു പക്ഷേ ഈ അമ്മയൊന്ന് ചത്തു കിട്ടിയെങ്കിൽ സൗകര്യമായി ഒന്ന് ജീവിക്കാമെന്ന് നിனைക്കുന്ന ആരൊക്കെയോ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന് എന്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് പറയുന്നു. സ്വന്തം അമ്മ മരിച്ചു കിട്ടാൻ ഒരു മക്കളും പ്രാർത്ഥിക്കില്ല എന്നാണ് എന്റെ വിവേകം പറയുന്നത്. പക്ഷേ ഈ അമ്മച്ചിയുടെ മക്കൾ 5 പേരും കൈ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ അമ്മയെ നീ എടുത്തോ, ഞങ്ങൾ ഒരു പരാതിയും പറയില്ല, ഇത് കണ്ടു നിൽക്കാൻ വയ്യ തമ്പുരാനെ. അത്രയ്ക്ക് സങ്കടമാണ് അമ്മയുടെ കാര്യം. പക്ഷേ മരണദൂതൻ വന്നില്ല. എന്നാൽ കേൾക്കണം, അച്ഛൻ ഈ പ്രസംഗം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് 11 മാസം മുമ്പ് ആ വീട്ടിൽ മരണദൂതൻ പടി കയറി ചെന്നു. ഈ അമ്മച്ചി കിടക്കുന്ന മുറിയിലേക്ക് കയറി. പക്ഷെ അമ്മച്ചിയെ തിരിഞ്ഞു നോക്കിയില്ല. അമ്മച്ചി കിടക്കുന്ന മുറിയിലൂടെ കടന്നുപോയി. കാലൊച്ചയെങ്ങാനും അമ്മച്ചി കേട്ടിട്ട് കൈനീട്ടി വിളിക്കുകയോ കൈയാട്ടി പിടിക്കുകയോ ചെയ്തെങ്കിലോ എന്ന് നിലച്ചിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പൂച്ച നടക്കുന്നത് പോലെ നടന്ന് അപ്പുറത്തെ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പുറത്തെ മുറിയിൽ അമ്മച്ചിയുടെ ഇളയ മകന്റെ മൂത്ത മകൻ 14-കാരൻ മിടുക്കൻ സുന്ദരൻ ആരോഗ്യ ദൃഢഗാത്രൻ 9-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പാഠപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുക. കസേരയിൽ ഇരുന്ന് മേശപ്പുറത്ത് പുസ്തകം പടർത്തി വെച്ച കൈമുട്ട് രണ്ടും മേശപ്പുറത്ത് കുത്തി കൈവെള്ളയിൽ താടി കൊടുത്ത് കുനിഞ്ഞിരുന്നപ്പോൾ പുസ്തകം വായിക്കുന്ന കുഞ്ഞിന്റെ ചാരത്ത് ചെന്ന് ചുമലിൽ തട്ടി. ഞെട്ടി തിരിഞ്ഞു നോക്കിയ പൈതലിനെ നോക്കി പല്ലിടിച്ച് കാണിച്ചിട്ട് മരണദൂതൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാനാ മരണമാലാഖ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. കുഞ്ഞെ, നിന്റെ ഭൗമലോകവാസകാലം തീർന്നു, നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ സ്വർഗത്തിൽ നിന്ന് ഉത്തരവുണ്ട്. ഇനി നീ ഇരിക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിലാണ്. എന്നാൽ പിന്നെ നമുക്ക് പോകാം. യാതൊരു ശബ്ദവും കേൾപ്പിക്കാതെ ഈ കുഞ്ഞിന്റെ പ്രാണനും പറിച്ചെടുത്ത്
10 മിനിറ്റ് കഴിഞ്ഞ് പഠിക്കുന്ന കുഞ്ഞിന് കട്ടൻ കാപ്പിയുമായി അവന്റെ പെറ്റമ്മ ചാരത്ത് ചെന്ന് തട്ടി വിളിക്കുമ്പോ കുഞ്ഞ് പുസ്തകത്തിന് മുകളിൽ കമിഴ്ന്ന് കിടക്കുക. അമ്മയുടെ വിടുക്ക പുസ്തകം തുറന്നു വെച്ച് നീ ഇരുന്ന് ഉറങ്ങുകയാണ്. അമ്മ കുലുക്കിയിട്ടും വിളിച്ചിട്ടും അനങ്ങുന്നില്ല. ഒരു തള്ളു കൊടുത്തപ്പോ ഊർന്ന് താഴെ വീണു. അമ്മ അലറി വിളിച്ച് നാട്ടുകാരും വീട്ടുകാരും ഓടി വന്നപ്പോ പ്രാണൻ പോയി. ഇവനെ എന്താ വിളിക്കുക? ഔചിത്യ ബോധമില്ലാത്ത കോമാളി. ആമേൻ. കഴിഞ്ഞ 10 കൊല്ലമായി മരണം കാത്തു കിടക്കുന്ന അമ്മച്ചിയെ മരണം കടാക്ഷിച്ചില്ല, ഇപ്പോഴും കടാക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഇവിടെ വന്ന് എന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെ അമ്മച്ചിയുടെ പ്രാണൻ എടുക്കപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ് എനിക്ക് നിശ്ചയമായിട്ടും കിട്ടുമായിരുന്നു. പക്ഷേ ഔചിത്യബോധമില്ലാത്ത കോമാളി അമ്മച്ചിയെ കടന്ന് ആരോഗ്യമുള്ള കുഞ്ഞിനെ പറിച്ചെടുത്ത് കൊണ്ടുപോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെയും ജീവിതത്തിന് ഗ്യാരണ്ടി ഇല്ലെന്ന് ഞാൻ ഇതിന്റെ അനുഭവസ്ഥനും കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 12 ആണ്ടുകൾക്കപ്പുറത്ത് ദൈവം ഞങ്ങൾക്ക് തന്ന 3 ആൺമക്കളിൽ മൂത്ത കുഞ്ഞ് സുന്ദരനും ആരോഗ്യവാനും പാട്ടുപാടുന്നവനും വചനപ്രഘോഷകനുമായിരുന്ന 12 വയസ്സുള്ള എന്റെ മൂത്തവൻ മത്തായി കുഞ്ഞ് ഇതുപോലൊരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ ഞാൻ വൈകിട്ട് പുറപ്പെട്ടു പോകുമ്പോൾ ഇരു കവിളിൽ എനിക്ക് ചുംബനം തന്നയച്ച എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അന്ന് രാത്രി 10:30 മണിക്ക് ഞാൻ മടങ്ങി വന്ന് കാണുമ്പോൾ ഒരു കാർഡിയാക് അറ്റാക്കിലൂടെ പ്രാണനെടുക്കപ്പെട്ട് അവൻ നിശ്ചലനായി കിടക്കുന്നതാണ് എന്റെ കയ്യിലേക്ക് കിട്ടിയത്. അതാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന്റെ യാത്രയെ കുറിച്ച് ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ മകനെ 12 വർഷങ്ങൾക്ക് മുമ്പ് യാത്രയാക്കിയ പുരോഹിതനാണ്. വിവേകം ഉണ്ടാകണം നമുക്ക്. ആമേൻ. ഔചിത്യബോധമില്ലാത്തൊരു കോമാളിയായി മരണം നൃത്തം ചവിട്ടിക്കൊണ്ട് തിളങ്ങും വിലങ്ങും സഞ്ചരിക്കുമ്പോ എനിക്ക് സമയം ഇനി ഏറെയുണ്ട്, എനിക്ക് തൽക്കാലം തരക്കേടില്ല, ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് സ്വയം വിധി എഴുതി കാലം പോക്കുന്നവരെ, മൂഢരായി ജീവിക്കുന്നവരെ, പാപത്തെ പുണർന്ന് പ്രയാണം തുടരുന്നവരെ തിരിച്ചറിയുക, വിവേകമതികളാവുക. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ആമേൻ. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ആയതുകൊണ്ട് ഞാനൊരു ഭോഷനായി ജീവിക്കരുത്, ഞാനൊരു ജ്ഞാനിയായി ജീവിക്കണം. ഹല്ലേലൂയ. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഇനി ഞാനൊരു ഭോഷനായി ജീവിക്കരുത്, ഞാനൊരു ജ്ഞാനിയായി ജീവിക്കണം. എനിക്ക് ഒരുപാട് സംഗതികളെ കുറിച്ച് അറിവുണ്ട്. ശാസ്ത്രത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം. വൈദ്യശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും വൈദ്യശാസ്ത്രത്തിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് അറിയാം. ജ്യോതിശാസ്ത്രം എന്റെ വിഷയമല്ലെങ്കിലും അത് സംബന്ധിച്ച് അറ്റവും മൂലയും ഒക്കെ എനിക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ഭൂമിശാസ്ത്രമല്ല എന്റെ സബ്ജക്റ്റ് എങ്കിലും അതേക്കുറിച്ചും അല്പസ്വല്പമൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാം. കമ്പ്യൂട്ടർ സയൻസ് അല്ല എന്റെ വിഷയമെങ്കിലും അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവശാസ്ത്രമാണ് ഞാൻ പഠിച്ചതെങ്കിലും അതിലേറെയൊന്നും എനിക്ക് അറിയില്ലെങ്കിലും അല്പസ്വല്പം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. ഇതൊക്കെ എനിക്ക് അറിയാം. ഇനി എനിക്ക് മുമ്പിൽ എത്ര സമയമുണ്ടെന്ന് എണ്ണി നോക്കാനുള്ള അറിവ് എനിക്കില്ലെങ്കിൽ ഞാൻ അറിഞ്ഞ അറിവ് കൊണ്ട് എനിക്ക് എന്ത് കാര്യം? ഒരറിവും എനിക്ക് ലോകപ്രകാരം ഇല്ലെങ്കിലും എനിക്ക് മുമ്പിൽ സമയം എത്രയുണ്ടെന്ന് എണ്ണി നോക്കാനുള്ള അറിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്ത് ചേരം? അറിയണം. ഞാൻ എന്റെ ജീവിതത്തിന്റെ നാളുകൾ എണ്ണി നോക്കാനുള്ള പരിജ്ഞാനം ഉണ്ടാകണം എനിക്ക്. ഹല്ലേലൂയ. നമ്മളൊക്കെ എണ്ണൽ വിദഗ്ധരാണല്ലോ പ്രിയപ്പെട്ടവരെ. എന്തോ ഒരു ജീവിതമേ ഒരു എണ്ണല. ജീവിതകാലം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണലിന്റെ കാലമാണ്. ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ഉദാഹരണം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും പാഠം തുടങ്ങുന്നത് ജൂൺ മാസം 1-ാം തീയതിയാണ്. 10ലും 12ലും പഠിക്കുന്നവർ ബോർഡ് എക്സാം എഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസത്തിൽ കുഞ്ഞുങ്ങൾ പുസ്തകം തുറക്കില്ല. അവർ ഫേസ്ബുക്കിൽ വളരെ സജീവമായിട്ടിരുന്ന് വിരലുകൊണ്ട് തോണ്ടിയും വരച്ചും സമയം കളയും. ജൂലൈ മാസത്തിൽ പുസ്തകം തുറന്നൊരു അക്ഷരം പഠിക്കില്ല. അപ്പോൾ ഇതിന്റെ ബാക്കി പത്രമായി പലതും പടച്ചു വിടും. ഓഗസ്റ്റും സെപ്റ്റംബറും മാസങ്ങളിൽ ഇവർ ഒരു അക്ഷരം പഠിക്കില്ല. അവര് ഇതുപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്ന സമയം കളയും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഇവർ ഇതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ ലൈനും കമ്പിയും ഒക്കെ വലിച്ച കാലം കളയും. അവസാനം നോക്കണമേ, ജാനുവരി മാസം ഇങ്ങ് വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ കയറുകയായി. അപ്പോൾ എണ്ണം തുടങ്ങും. എന്റെ ഉടയതമ്പുരാനെ, ഈ 1-2.5 മാസം കഴിയുമ്പോൾ പരീക്ഷയാ. എണ്ണം തുടങ്ങി. അയ്യോ, 40ാമത്തെ ദിവസം പരീക്ഷയാ, 30ാമത്തെ ദിവസം പരീക്ഷയാ, 14ാമത്തെ ദിവസം പരീക്ഷയാ. ഈ ഒരു 7 ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ. അയ്യോ, ഞാൻ എന്താ ചെയ്യാ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. അയ്യോ, ഇനി 4ാം ദിവസം പരീക്ഷയാ. എനിക്ക് പഠിക്കാൻ തുടങ്ങിയ, എനിക്ക് വെപ്രാളം വരിക, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക. അയ്യോ, എനിക്ക് വയ്യ. കാലമേറെ കളഞ്ഞ
പറഞ്ഞപ്പോഴൊന്നും എണ്ണൽ ഉണ്ടായിരുന്നില്ല. സമയം വന്നപ്പോൾ എണ്ണൽ ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ എണ്ണുന്നത് എത്രയോ മടങ്ങാണ് അമ്മമാർ എണ്ണുന്നത്. ഈ അമ്മമാരിൽ നിന്ന് എണ്ണൽ തുടങ്ങും. ജനുവരി ആകുമ്പോൾ മോനെ മോളെ ഇനി 3 മാസം കൊണ്ട് പരീക്ഷയ്ക്ക് നീ ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല, നീ ഇരുന്ന് പഠിച്ചാട്ടെ, എഴുന്നേറ്റാട്ടെ, നീ കിടന്ന് ഉറങ്ങല്ലേ, നീ അങ്ങോട്ട് പോകല്ലേ, നീ TV തുറക്കല്ലേ, നീ അയൽവക്കത്തെ വീട്ടിൽ പോകല്ലേ, ആരോട് മിണ്ടല്ലേ, പഠിക്കുക പഠിക്കുക പഠിക്കുക. അമ്മമാരുടെ വർത്തമാനം നിർത്തിയിട്ട് വേണമല്ലോ പുസ്തകം തുറന്നൊരു അക്ഷരം മിണ്ടാൻ. ഈ കുഞ്ഞുങ്ങൾക്ക് പുസ്തകത്തിലൊന്ന് കണ്ണു നട്ടിരിക്കാൻ. അടുത്തൊന്ന് മാറുകയില്ല, വർത്തമാനം നിർത്തുകയില്ല. പഠിക്കാനാ പറഞ്ഞത്, നീ പഠിക്കാനാ പറഞ്ഞത്, നീ പഠിക്കാനാ പറഞ്ഞത്, എനിക്ക് സമാധാനമില്ല. എന്നിട്ട് ഇരുന്ന് സകല ഡയറിയും പരിശോധിച്ച് അറിയാവുന്ന സകല അച്ഛന്മാർക്കും സകല ദൈവദാസന്മാർക്കും സകല പ്രസംഗക്കാർക്കും ഫോൺ വിളിയ. എന്റെ സാറേ, എന്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, കൊച്ചു പരീക്ഷ എഴുതാൻ 7 ദിവസം പരീക്ഷ, ഒരു അക്ഷരം പഠിച്ചിട്ടില്ല, പറഞ്ഞതിൽ കൂടുതൽ നിലവിളിച്ച് കാണിക്കും. അച്ഛൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയാ. ഇപ്പൊ ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുക, എന്റെ പൊന്നു തമ്പുരാനെ, ഈ കുഞ്ഞുങ്ങളുടെ പരീക്ഷ സമയം വരുമ്പോ ഈ കേരളത്തിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരെ 3 മാസത്തേക്ക് വിദേശത്തേക്ക് നാട് കടത്തിയാൽ ഈ കുഞ്ഞുങ്ങൾ സമാധാനമായിട്ട് പരീക്ഷ എഴുതി 10 മാർക്ക് അധികം മേടിച്ച് അടുത്ത വർഷം ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ആമേൻ. എണ്ണൽ തുടരുകയാണ്. പരീക്ഷ ദിവസം വരെ എണ്ണും. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എണ്ണൽ അവസാനിക്കുന്നില്ല. എണ്ണലിന്റെ വകുപ്പ് മാറിയതേ ഉള്ളൂ. എന്നാണ് റിസൾട്ട് വരിക, എന്നാണ് റിസൾട്ട് വരിക, എന്തായിരിക്കും റിസൾട്ട്, ഏത് ഗ്രേഡ് കിട്ടും, ഏകജാലകത്തിലൂടെ കയറാൻ പറ്റുമോ, വേറെ ജാലകം നോക്കി തേടി പോകേണ്ടി വരുമോ, എണ്ണൽ അവസാനിക്കുന്നില്ല. റിസൾട്ട് വന്നാലും എണ്ണൽ വേറെ വഴിയിലായി. ഒരു പെണ്ണ് വിവാഹിതയായിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭർത്താവ് വിദേശത്തേക്ക് പോയി. സ്വദേശത്തുള്ള ഭർത്താക്കന്മാരെ ഒരു പെങ്കൊച്ചിനും വേണ്ട. പ്രിയപ്പെട്ടവരെ, സ്വദേശത്തുള്ള പെണ്ണിനെ ഒരു പുരുഷനും വേണ്ട. എല്ലാവരും വിദേശത്തേക്കാണ് കണ്ണു നട്ടിരിക്കുന്നത്. 2 പേരും വിദേശത്താണെങ്കിൽ, അത് ഒരു രാജ്യത്താണെങ്കിൽ, ഒരുമിച്ചാണെങ്കിൽ അത് സഹിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് 2 ഇടത്തേക്ക് പിരിഞ്ഞു താമസിച്ച് കറൻസി കൊണ്ട് കൊയ്തു കൂട്ടി കുടുംബം കെട്ടിപ്പടുക്കാമെന്ന് നിലയ്ക്കുന്ന പമ്പര വ്യക്തികളുടെ ലോകമാണ് ഈ ക്രൈസ്തവ ലോകമെന്ന് പതുക്കെ പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കും അത്ര സൂചിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതല്ല, തമ്പുരാന് വേണ്ടി സംസാരിക്കാൻ വന്നതാണ്. നിങ്ങൾ എന്നോട് പുറത്താലും പുറത്തില്ലേലും തിരക്കേടില്ല, തമ്പുരാൻ പറഞ്ഞ് എനിക്ക് പറയാതെ തരവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് വിദേശത്തോട്ട് പോയി. അന്ന് മുതൽ ഈ പെങ്കൊച്ചിരുന്ന് എണ്ണാൻ തുടങ്ങി. തമ്പുരാനെ, എന്നെ കെട്ടിയവൻ ഇനി എന്നാ വരെ 2 കൊല്ലം. അയ്യോ, 2 കൊല്ലത്തിന് എത്ര ദിവസമുണ്ട്? 365. അയ്യോ, അത്രയും ദിവസം. ഇത്ര ദിവസത്തിന് എത്ര മണിക്കൂറുണ്ട്? അയ്യോ, ഇത്രയും മണിക്കൂറിന് എത്ര മിനിറ്റ് ഉണ്ട്? ഇത്രയും മിനിറ്റിന് എത്ര സെക്കൻഡ് ഉണ്ട്? അയ്യോ, ഇത്രയും കാലം ഞാൻ കാത്തിരിക്കണമോ? ഭർത്താവ് വിദേശത്ത് പോയ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ, അവിടെ വേറെ ഭാര്യ ഇല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് എണ്ണൽ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അവനും എണ്ണിക്കൂട്ടുകയാണ്. എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെ കാണും, എന്നാണ് ഇനി എനിക്ക് കൂടിക്കാണാൻ പറ്റുക, എന്നാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുക, എന്നാണ് എനിക്ക് പങ്കിടാൻ പറ്റുക. ഒരുത്തൻ വിദേശത്ത് പോയി ഭാര്യയെ കുറിച്ച് സ്വപ്നം കണ്ട് മണൽ കാട്ടിക്കിടന്ന് പണിയെടുത്ത് കരിക്കട്ട് പോലെ കറുത്ത് അവൻ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് 5 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോ അയച്ചു കൊടുത്ത കാശുമില്ല, ഭാര്യയില്ല, വേറൊരുത്തം കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ല സ്നേഹമുള്ളവർ എണ്ണിക്കൊണ്ടിരിക്കും. എണ്ണലോടെ എണ്ണൽ തീർന്നിട്ടില്ല. ഒരു പെൺകുട്ടി വിവാഹിതയായി 6 മാസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഗർഭിണിയാണെന്ന്. അന്ന് മുതൽ അവൾ എണ്ണൽ തുടങ്ങി. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിനെ ഞാൻ എന്ന് കാണും? ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എങ്ങനെ ഇരിക്കുമോ എന്ന് കാണും? പ്രിയപ്പെട്ടവരെ, എണ്ണൽ അവസാനിക്കുന്നില്ല. എന്തിനേറെ, ഒരാൾ രോഗിയായി ആശുപത്രിയിൽ ചെന്ന് പരിശോധന കഴിച്ച് ഡോക്ടർ പറഞ്ഞു സംശയമുണ്ട്, ബയോപ്സി എടുക്കണം. അല്പം ചുരണ്ടിയെടുത്തു, അല്പം കുത്തിയെടുത്തു, ഡോക്ടർ ബയോപ്സിക്ക് അയച്ചു. അന്ന് മുതൽ എണ്ണൽ തുടങ്ങി. എന്നാ റിസൾട്ട് വരിക? എന്തായിരിക്കും റിസൾട്ട്? കർത്താവേ, പോസിറ്റീവ് ആകരുത്, നെഗറ്റീവ് ആകണമേ എണ്ണെന്ന് പറയുന്നത് ഇവിടെ ഇവരിപ്പുണ്ട്. എണ്ണലാണ് ജീവിതം. ആമേൻ. എണ്ണലാണ് ജീവിതം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി എനിക്ക് മുമ്പിൽ എത്ര നാൾ മിച്ചമുണ്ടെന്ന് എണ്ണി നോക്കാനുള്ള വിവേകം ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടായാൽ ദൈവസന്നിധിയിൽ നമുക്ക് ജ്ഞാനമുണ്ടെന്ന് സമ്മതിക്കാം. ഓർക്കുക, ഈ ഭൂമിയിൽ ഇരിക്കുന്ന മനുഷ്യ, ഒരു കാര്യം ഉറപ്പാണ്, ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. അത് പറയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അച്ഛൻ അറിയാം, പക്ഷെ പറയണം. ഇനി എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. എന്നിട്ട് ഭൂരിപക്ഷം പേരും മിണ്ടിയില്ല. കുമ്പസാരിക്കുമ്പോൾ മൂളി കേൾപ്പിക്കുന്നത് പോലെ ചിലർ മൂളിയതേ ഉള്ളൂ, മിണ്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ളവരുടെ കാര്യം കർത്താവ് പ്രത്യേകം പരിഗണിക്കും. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസ്സിന്റെ നീളം വളരെ കുറവാണ്. ഇപ്പൊ ചിലർ ചോദിക്കുന്ന, അച്ഛൻ ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഞങ്ങളത് എങ്ങനെ സമ്മതിക്കും? അച്ഛൻ പറഞ്ഞത് കൊണ്ട് സമ്മതിക്കണ്ട. സത്യവേദ പുസ്തകം പറഞ്ഞാൽ സമ്മതിക്കരുതോ? തോറ്റു. ആമേൻ. നാളുകൾക്ക് നീളം കുറവാണെന്ന് സത്യവേദ പുസ്തകം പറഞ്ഞാൽ സമ്മതിക്കരുതോ? സമ്മതിച്ചേ പറ്റൂ. യാക്കോബ് ശ്ലീഹ പൊതുവിനെഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം കേൾക്കുക. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഹേ മനുഷ്യ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആർക്ക് വേണ്ടി പറഞ്ഞതായിരുന്നു? ഹല്ലേലൂയ. മനുഷ്യ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ. ഇത് നിങ്ങൾക്ക് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല. സഹോദരിമാരോടൊരു ചോദ്യം. സഹോദരിമാരെ, നിങ്ങൾ വീട്ടിൽ ആഹാരം പാചകം ചെയ്തല്ലേ കഴിക്കാം? അവർ മിണ്ടിയിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാ നേരത്തെയും ആഹാരം കൃത്യമായി ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിച്ചു കൊടുക്കണോ? അല്ല. അപ്പോൾ സഹോദരിമാരോട് ആദ്യം ചോദിച്ചിട്ട് എന്താ ഉത്തരം കിട്ടാത്തതിന്റെ കാരണം? ഞാൻ അഹങ്കാരത്തോ ചോദിച്ചുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടെ വളഞ്ഞു നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വീട്ടിൽ ആഹാരം പാചകം ചെയ്ത് തന്നെയല്ലേ കഴിക്കുക? അതെ. സഹോദരന്മാർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഭാര്യയെ ബഹുമാനിച്ച് അവളുടെ മുമ്പിൽ അല്പം മടങ്ങി നിന്ന് സംസാരിച്ചാൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം 8-10 പ്രാവശ്യം ചോദിക്കേണ്ടി വരിക. ആമേ. സഹോദരിമാർ ആഹാരം പാചകം ചെയ്താണ് കഴിക്കുന്നത്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യാറുണ്ടോ? ഉണ്ട്. പ്രഷർ കുക്കറിൽ ആഹാരം ഇട്ട് അടുപ്പത്ത് വെച്ച് അടിയിൽ തീ കൊടുത്തിട്ട് അല്പനേരം കാത്തു നിന്നാൽ ഇതിന്റെ മുകളിലിട്ടിരിക്കുന്ന വെയിറ്റിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വലിയ സീൽക്കാര ശബ്ദത്തോടെ ത്രികോണാകൃതിയിൽ നീരാവി പാറിപ്പോകുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ സീൽക്കാരം നിലയ്ക്കുമ്പോൾ കണ്ണങ്ങടയ്ക്കണം. 1, 2, 3, 4, 5 എന്ന് എഴുതിയിട്ട് കണ്ണ് തുറക്കുമ്പോൾ ആ നീരാവി അവിടെ കാണും. പറ. ഇല്ല. എവിടെ പോയി? കണ്ടതല്ലേ? ആമേൻ. ഇതാണിപ്പോ യാക്കോബ് പറഞ്ഞത്. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആമേൻ. ഒരു കാര്യം ഉറപ്പായി, എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. യാക്കോബ് ഇത് പറഞ്ഞു വെച്ചപ്പോൾ ദാവീദ് എന്താണ് അതേക്കുറിച്ച് പറഞ്ഞത്? 39-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം കേൾക്കുക. ദാവീദ് ഇങ്ങനെ പറഞ്ഞു ദൈവത്തോട്, ദൈവമേ, ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ദൈവമേ, ഇതാ എന്റെ നാളുകളെ നീ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഈ 4 വിരൽ നീളം എന്ന് വെച്ചാൽ എന്തോരം വരും? മലയാളിക്ക് നല്ല ബുദ്ധിയുണ്ട്. മലയാളികളായ നമ്മുടെ ബുദ്ധി കടലാസിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണമെങ്കിൽ ബുദ്ധി എന്ന് എഴുതുന്നതിന് മുമ്പ് ആദ്യം 2 അക്ഷരം എഴുതണം. അക്ഷരം 1 വ, അക്ഷരം 2 ക്ര, ശേഷം ബുദ്ധി എന്ന് എഴുതിയാൽ നമ്മുടെ ബുദ്ധി പൂർണ്ണ. അത്രയും ബുദ്ധി സ്വന്തമായുള്ള നമ്മൾ ഈ 4 വിരൽ എങ്ങനെ അളക്കും? ഇങ്ങോട്ട് നോക്കുക. 1 വിരൽ ഇത്രയും നീളം, 2 അപ്പോ ഇത്രയായി, 3, 4 സമാധാനമായി. നിക്ക്. ഇതല്ല ദാവീദ് പറഞ്ഞ 4 വിരൽ. ഒരു കൈയുടെ 4 വിരൽ ചേർത്ത് പിടിച്ചാൽ 1, 2, 3, 4 ഒരു വിരൽ കൊണ്ട് അളന്നാൽ 1.5 സെന്റിമീറ്റർ. ഇനിയും മിച്ചം കിടക്കും പ്രിയപ്പെട്ടവരെ. ഇത്രയും നീളമേ ഉള്ളൂ എന്റെയും നിന്റെയും ആയുസ്സിനെന്ന് ഭാഗ്യവാനായ ദാവീദ് പാടി പറഞ്ഞു വെച്ചു. അത് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നുവെന്ന്. ഏത് മനുഷ്യനും, ഏത് ബലവാനും, ഏത് കുലീനനും, ഏത് ശ്രേഷ്ഠനും, ഏത് പണ്ഡിതനും, ഏത് അത്യുന്നതനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ച് അകത്തേക്ക് എടുക്കാൻ ഒത്തില്ലെങ്കിൽ ആടെ പെട്ടിയിലേക്ക് എടുക്കണം. വേറെ ഒന്നും ചെയ്യാനില്ല പ്രിയപ്പെട്ടവരെ. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. അതിന് പ്രത്യേകിച്ചൊരു കാരണവും വേണ്ട. ആമേൻ. ഒരു കാര്യം ഉറപ്പ്, എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ആമേൻ. യാക്കോബ് ശ്ലീഹ പറഞ്ഞതിന് ദാവീദ് അടിവരയിടുമ്പോൾ ഇയ്യോബ് എന്താണ് അതേക്കുറിച്ച് പറയുന്നത് എന്ന് കൂടെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 7-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം കേട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. ഇയ്യോബ് പറഞ്ഞു, എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയേറിയത്, പ്രത്യാശ കൂടാതെ അത് കഴിഞ്ഞു പോകുന്നു. ആമേൻ. എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയേറിയത്. ഈ എന്താണ് ഈ നെയ്ത്തോടം എന്ന് വെച്ചാൽ? പ്രിയപ്പെട്ടവരെ, വസ്ത്രം നെയ്യുന്ന തറിയിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടാകുമോ? ആ തറിയിൽ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു ഉപകരണമുണ്ട്. അതിന്റെ പേരാണ് നെയ്ത്തോടം. പ്രിയപ്പെട്ടവരെ, ഈ തറി എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കണ്ണു പിടിച്ച് നോക്കുക. ഏത് കടയിൽ ഇഷ്ടം പോലെ വസ്ത്രം വാങ്ങാൻ കിട്ടും, പിന്നെ എന്നത്തിനാ തറി അന്വേഷിച്ച് പോകുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, വസ്ത്രം നെയ്യുന്ന തറിയില് വസ്ത്രം നെയ്യുന്ന ആള് പാവുനൂലുകൾ നീളത്തിൽ 1000-കണക്കിനെണ്ണം വലിച്ചു കെട്ടും. പക്ഷേ അത് വസ്ത്രമാകില്ല. ഈ നൂലിന്റെ 1.5 വെട്ടുള്ള ഇഴകൾക്കിടയിലൂടെ കുറിയ നൂൽ ഇടത്തോട്ടും വലത്തോട്ടും കൃത്യമായി പാകിയാലേ ഇഴയടുപ്പമുള്ള വസ്ത്രമായി അത് മാറുന്നുള്ളൂ. 2 കൈയും 2 കാലും ഉപയോഗിച്ചാണ് അത്രേ വസ്ത്രം നെയ്യുന്ന തറിയിലെ ആള് വസ്ത്രം നെയ്യുന്നത്. വലത് കാൽ
താഴേക്ക് ചവിട്ടി അമർത്തുമ്പോൾ ഈ വലിച്ചു കെട്ടിയ പാവനൂലുകൾ ഒന്നിനോട്ടുള്ള നൂലുകൾ താഴും, ഒന്നിനോട്ടുള്ള നൂലുകൾ ഉയർന്നു നിൽക്കും. അപ്പോൾ രൂപം കൊള്ളുന്ന ഗ്യാപ്പിലൂടെ നെയ്ത്തോടം എന്ന കുഞ്ഞു ഉപകരണം കുറിയ നൂലുമായി കടകട കടകട ശബ്ദത്തോടെ ഇടത്തേക്ക് ഓടും. അപ്പോൾ തന്നെ അയാള് അത് പിടിച്ചു നിർത്തിയിട്ട് വലതുകാൽ പൊക്കി ഇടതുകാൽ ചവിട്ടി താഴ്ത്തുമെന്ന്. അപ്പോൾ ആദ്യം ഉയർന്നു നിന്ന് നൂൽ താഴും, താഴ്ന്നു നിന്ന് നൂൽ ഉയരും. ഒറ്റൊരു ഗ്യാപ്പ് അവിടെ രൂപം കൊള്ളും. കടകട കടകട ശബ്ദത്തോടെ ഈ കുറിയ നൂലുമായി നെയ്ത്തോടം വലത്തേക്ക് ഓടും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുന്നു, ഒരു മിനിറ്റിൽ ഏകദേശം 210 പ്രാവശ്യമെങ്കിലും നെയ്ത്തോടം എന്ന ഉപകരണം കടകട 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 എന്ന ശബ്ദത്തോടെ ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും കൊടുങ്കാറ്റ് വേഗത്തിൽ ഓടുമെന്ന്. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 70 പ്രാവശ്യം മുതൽ 80 പ്രാവശ്യം വരെ മിടിക്കുമ്പോൾ അതിന്റെ 3 മടങ്ങ് പ്രാവശ്യം കൊടുങ്കാറ്റ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഉപകരണമാണ് നെയ്ത്തോടം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഇയ്യോബ് ഇത് പറഞ്ഞു വെച്ച കാലത്ത് അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വേഗതയേറിയ ഉപകരണമാണ് നെയ്ത്തോടം. അതുകൊണ്ടാണ് ഇയ്യോബ് അതിനെ ഉപമയായിട്ട് എടുത്തത്. പക്ഷെ ഇപ്പൊ കാലമാകെ മാറിപ്പോയില്ലേ. റോഡിനെ കീറിമുറിച്ചുകൊണ്ട് 100, 200, 300 കിലോമീറ്റർ സ്പീഡിൽ മോട്ടോർ കാറുകൾ ചീറിപ്പായുകയാണ്. അത് ബുള്ളറ്റ് ട്രെയിനുകൾ 600, 700 കിലോമീറ്റർ വേഗത്തിൽ ചൈനയിൽ ചീറിപ്പാഞ്ഞതായി കഴിഞ്ഞ മാസങ്ങളിൽ പത്രം പറഞ്ഞു. എയർക്രാഫ്റ്റുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ ആകാശത്തിൽ കീറിമുറിച്ച് പായുകയാണ്. ശബ്ദാതി വേഗത്തിൽ സൂപ്പർസോണിക് വിമാനങ്ങൾ വികായത്തിൽ വീണ്ടും കീറിമുറിച്ച് അഗ്നിപ്രളയം തീർക്കുകയാണ്. ഇപ്പോഴാണ് ഇയ്യോബ് ഈ വാക്കുകൾ പറഞ്ഞതെങ്കിൽ, ദൈവമേ, 2 നാളുകൾ സൂപ്പർസോണിക് വിമാനത്തെക്കാൾ വേഗത്തിൽ പാഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു വെച്ചേനെ. ആമേൻ. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവാണ്. ഇത്രയും പേര് ഇത്രയും കാര്യം പറഞ്ഞപ്പോ ഭാഗ്യവാനായ മോശ എന്താണ് പറഞ്ഞതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കണം. പ്രിയപ്പെട്ടവരെ, മോശ പറഞ്ഞു, 90-ാമത്തെ സങ്കീർത്തനം 5-ാം വാക്യം അവസാന ഭാഗവും 6-ാം വാക്യവും ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു, അവർ മനുഷ്യർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരത്തിലോ അരിഞ്ഞു വാടിപ്പോകുന്നു. ഒരു കുഞ്ഞ് പറന്നു വീഴുമ്പോൾ എന്തൊരു സൗന്ദര്യം, എന്തൊരു ഓജസ്, എന്തൊരു തേജസ്, എന്തൊരു അഴക്! ആര് കണ്ടാലും വാരിയെടുത്ത് മുത്തം കൊടുക്കും. പിന്നെ വളരുന്നത് എത്ര വേഗത്തില! ആദ്യം ചെരിയുന്നു, പിന്നെ കവിളുന്നു, പിന്നെ വട്ടം കറങ്ങുന്നു, പിന്നെ മുട്ടുകുത്തുന്നു, പിന്നെ എഴുന്നേറ്റിരിക്കുന്നു, പിന്നെ പിടിച്ചു നിൽക്കുന്നു, വിട്ടു നിൽക്കുന്നു, ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, നൃത്തം ചവിട്ടുന്നു. വളരുന്നത് എത്ര വേഗത്തില! പക്ഷെ ഏത് പ്രായത്തിലും പ്രാണൻ പോയാൽ വെട്ടിയിട്ട വാഴ പോലെ, അരിഞ്ഞ പുല്ല് പോലെ വാടിപ്പോകും. ആമേൻ. അത്രയേ ഉള്ളൂ, അത്രമാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന് എപ്പോഴാണ് തിരശ്ശീല വീഴുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ല. ആമേൻ. ഇല്ല, ആമേൻ, ഇല്ല. അപ്പോൾ ഒരു കാര്യം വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കണം, എനിക്ക് മുമ്പിൽ സമയം വളരെ, അത് ഇത്ര പതുക്കെ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല, ഇതിൽ കൂടെ ഉറക്കെ പറയേ, എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവാണ്. ആമേൻ. നിങ്ങൾക്ക് പേടിച്ചിട്ടാണ് നിങ്ങളിപ്പോ ഉറക്കെ പറഞ്ഞത്. ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് മോശയുടെ പ്രാർത്ഥനയെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്കും ഉറപ്പായി ബോധ്യപ്പെട്ടു. വചനാധിഷ്ഠിതമായി എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവാണ്. ആകയാൽ ഞാൻ എന്ത് ചെയ്യണം? ആമേൻ. എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി ഞാൻ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കണം. ആമേൻ. നാളെ പുലരുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതിനാൽ, ഈ രാത്രി എന്തൊക്കെ സംഭവിക്കുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ, എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവായതിനാൽ, ഈ രാത്രി വളരെ നിർണായകമായതിനാൽ ഞാൻ വളരെ സൂക്ഷ്മതയോടെ ചില തീരുമാനങ്ങൾ എടുക്കണം. ആമേൻ. എന്താണ് ഈ രാത്രി ഞാൻ തീരുമാനിക്കേണ്ടത്? എനിക്ക് ബോധ്യപ്പെട്ട സത്യത്തിന്റെ വെളിച്ചത്തിൽ, എനിക്ക് വിവേകമുണ്ടെങ്കിൽ, ഞാനൊരു മണ്ടനല്ലെങ്കിൽ, ഞാനൊരു പൊട്ടിയല്ലെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കണം. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവാണ്. ഞാൻ എന്ത് തീരുമാനിക്കണം? ഞാൻ എടുക്കുന്ന ഒന്നാമത്തെ തീരുമാനം, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ആയതിനു വേണ്ടി എന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, ആന്തരികവും ഭൗതികവുമായ സകല പാപങ്ങളോടും, ആമേൻ, സകല പാപങ്ങളോടും ഇന്ന് രാത്രിയിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ വിട പറയണം. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മുമ്പിൽ ഇനി സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ, എനിക്ക് വിവേകത്തിന്റെ കണികയുണ്ടെങ്കിൽ,
ഞാനൊരു തീരുമാനമല്ലെങ്കിൽ മണ്ടിയല്ലെങ്കിൽ ഈ രാത്രി ഞാൻ എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം, ഞാൻ ഇവിടെ വെച്ച് എന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണം. ആയതിനു വേണ്ടി എന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ആന്തരികവും ഭൗതികവുമായ രഹസ്യവും പരസ്യവുമായ സകല പാപങ്ങളോടും ഞാൻ വിടവാ. ഒന്നാമത്തെ തീരുമാനമാണ് വിവേകമുള്ളവരത് ചെയ്യണം. ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന മൂഢൻ ആയിട്ട് ജീവിക്കരുത്. ഞാൻ ഒരുപാട് അറിവും ഒരുപാട് കഴിവുമുള്ള ആളാണെന്ന് അഭിമാനിക്കുന്ന പമ്പര വിട്ടിയായി പന്തൽ വിട്ട് മടങ്ങിപ്പോകരുത്. ജീവിതത്തിൽ വിവേകത്തിന്റെ കണികളുണ്ടെങ്കിൽ തീരുമാനിക്കണം, ഞാൻ വന്നതുപോലെ മടങ്ങി പോകില്ല. ഞാൻ ഇവിടേക്ക് വന്നത് ജീവിതത്തിൽ പാപത്തിന്റെ ബാന്ധക്കെട്ടും പേറിയാണെങ്കിൽ ഇവിടെ നിന്നൊരു വിശുദ്ധരായി ഞാൻ ഈ പന്തലിന്റെ പടിയിറങ്ങി പോകും. ഈ രാത്രി എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ പ്രിയന്റെ അരികിൽ കാണും. നിശ്ചയം ചെയ്യണം. ദൈവമക്കളെ, ലോകത്ത് ഒരുപാട് തരം വിഷങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷം ഏതാണെന്ന് അറിയാമോ? 2015 ജാനുവരി മാസം 1-ാം തീയതി 2000 പേർ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ ചോദ്യം അച്ഛൻ ചോദിച്ചു. ചോദ്യം കേട്ടിട്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എനിക്ക് അയാളെ അറിയാം, അയാളൊരു നല്ല ശാസ്ത്രജ്ഞനാണ്, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. ഞാൻ ചോദിച്ചു, സാർ എന്താ എഴുന്നേറ്റ് നിന്നത്? അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ. പറഞ്ഞോളൂ അച്ഛോ, ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷം പൊട്ടാസ്യം സയനൈഡാണ്. അച്ഛനത് സമ്മതിക്കുമെന്ന് അയാൾ നിലച്ചു. 1 മിനിറ്റ് അയാൾ മൗനമായി നിന്നു. ഞാനും മൗനമായി നിന്നിട്ട് ഞാൻ അയാളെ നോക്കി പറഞ്ഞു, സോറി, അല്ല. അയാൾ ഞെട്ടിപ്പോയി. ഞാനാണോ പൊട്ടൻ, അച്ഛനാണോ പൊട്ടൻ, എനിക്കാണോ തെറ്റിയത്, അച്ഛനാണോ തെറ്റിയെന്ന് സ്വയം ചോദിച്ചിട്ട് എന്നോട് തർക്കിക്കാൻ നിൽക്കാതെ സാധുവായ അയാൾ അവിടെ ഇരുന്നു. എന്തുകൊണ്ടെന്ന് അയാൾ ചെങ്ങന്നൂർക്കാരനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ വീര്യം കൂടിയ ഒരു വിഷമാണ് പൊട്ടാസ്യം സയനൈഡ്. പക്ഷേ ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷം പൊട്ടാസ്യം സയനൈഡ് അല്ല. പിന്നെ ഏതെന്നാ നിങ്ങൾ ചോദിക്കുക? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ശിരസ് മുതൽ വാലിന്റെ അറ്റം വരെ കരിക്കട്ട പോലെ കറുത്ത് വിഷം മുച്ചിയ കരിമൂർഖനെ കടിച്ചു പോയാൽ ആ മനുഷ്യന്റെ കാര്യം കഷ്ടത്തിലാ. ഈ ശിരസ് മുതൽ വാല് വരെ കരിക്കട്ട പോലെ കറുത്ത് വിഷം മുച്ചിയ ഒരു കൈവണ്ണയുടെ വലിയ വണ്ണമുള്ള നീളം കുറഞ്ഞ കരിക്കട്ട പോലെ കറുത്ത കരിമൂർഖന്റെ വിഷമാണ് ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷം എന്ന് വിശ്വസിക്കണ്ട, അതല്ല. പിന്നെ ഏതാ? അച്ഛൻ വരുന്നത് കോതമംഗലത്ത് നിന്ന്. അവിടെ നിന്ന് 10 കിലോമീറ്റർ പോകേണ്ട തട്ടേക്കാടെത്താൻ. തട്ടേക്കാടിനപ്പുറം കുട്ടമ്പുഴ വനമാ. ആഴ്ച തോറും വനത്തിൽ നിന്ന് രാജവെമ്പാല കാടിറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, 14 അടി 16 അടി നീളമുള്ള ശരീരം മുഴുവൻ പത്തിയായി നടുവിൽ കുത്തി അങ്ങ് പൊങ്ങിയാൽ ഒരാൾ പൊക്കത്തിൽ പൊങ്ങി നിൽക്കുന്ന ഭീകരനായ പാമ്പ് രാജവെമ്പാല. ഒരാളെ കൊത്തിയാൽ 1.5 ഔൺസ് 2 ഔൺസ് വിഷം അവന്റെ നെറുകയിൽ കുത്തിവെക്കും. രാജവെമ്പാല ഒരാളെ കൊത്തിയാൽ ആശുപത്രി കൊണ്ടുപോകേണ്ട, നിർബന്ധമായിട്ടും അയാൾ ചത്തുപോയിട്ടുണ്ടാകും. 4 മിനിറ്റ് തികയ്ക്കും മുമ്പ് കാറ്റ് പോകും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷം രാജവെമ്പാലയുടെ വിഷമത്രേ എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അതല്ല. നിങ്ങൾക്ക് തെറ്റി. ദൈവമക്കളെ, നിങ്ങൾ വിചാരിക്കുന്നു പിന്നെ എന്താണ് ഈ അച്ഛൻ പറയാൻ ശ്രമിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ പൊട്ടാസ്യം സയനൈഡ് മാരകമായ വിഷമാണ്. കരിമൂർഖന്റെ വിഷവും മാരകമാണ്. അതെ, രാജവെമ്പാലയുടെ വിഷം അതിലും മാരകമാണ്. പക്ഷെ അതിലും മാരകമായ മറ്റൊരു വിഷമുണ്ട്. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷത്തിന്റെ പേര് ഒന്നുമല്ലെങ്കിൽ പിന്നെ എന്തോ? ആ വിഷത്തിന്റെ പേര് പാപം. പാപം എന്നാണ് ആ വിഷത്തിന്റെ പേര്. ആമേൻ. എന്താ ഇതിന്റെ വ്യത്യാസം എന്നറിയാമോ? പൊട്ടാസ്യം സയനൈഡ് ഒരാളുടെ ശരീരത്തിൽ കയറിയാൽ അയാളെ ചികിത്സിക്കാൻ സമയം കിട്ടില്ല, അതിനു മുമ്പ് മരിച്ചു പോകും. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അതിന്റെ മണം എഴുതി വെച്ചു. രുചി എന്താണെന്ന് അറിയാൻ തൊട്ട് നാവിൽ വെച്ചു. എന്നൊരു ശബ്ദമേ പുറത്തേക്ക് വന്നുള്ളൂ. സോൾട്ടാണോ ഷുഗറാണോ പറയാൻ നേരം കിട്ടിയില്ല, ചത്തുപോയി. അത്ര ഫാസ്റ്റായിട്ട് മരണം കൊണ്ടുവന്ന സാധനത്തിന്റെ പേരാണ് പൊട്ടാസ്യം സയനൈഡ്. പ്രിയപ്പെട്ടവരെ, കരിമൂർഖൻ കടിച്ചാലും ഒരുപക്ഷെ തക്ക സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണം തന്നെ ഉറപ്പാ. രാജവെമ്പാല കൊത്തിയാൽ ചികിത്സിക്കേണ്ട, അതിന് സമയം കിട്ടില്ല, അതിനു മുമ്പ് മരിക്കും. പക്ഷെ എന്താ കുഴപ്പം? പൊട്ടാസ്യം സയനൈഡ് ഒരാളുടെ ശരീരത്തിൽ കയറിയാൽ ശരീരത്തെ മാത്രമേ അത് കൊല്ലുന്നുള്ളൂ, ആത്മാവിനെ തൊടാൻ പൊട്ടാസ്യം സയനൈഡിന് കരുത്തില്ല. കരിമൂർഖന്റെ വിഷത്തിന് ഒരാളുടെ ശരീരത്തെ കൊല്ലാൻ കഴിയും, ആത്മാവിനെ തൊടാൻ കരിമൂർഖന്റെ വിഷത്തിന് കരുത്തില്ല. രാജവെമ്പാലയുടെ വിഷം ഒരാളുടെ ശരീരത്തെ കൊല്ലും, ആത്മാവിനെ തൊടാൻ രാജവെമ്പാലയുടെ വിഷത്തിന് കരുത്തില്ല. എന്നാൽ മനുഷ്യ, എന്നെയും നിന്നെയും ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ കൊന്ന് നരകത്തിന്റെ എരുതിയിൽ തള്ളിയിടാൻ കരുത്ത്
ഈ വിഷം കയറിയിട്ടുണ്ടോ? ഈ വിഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇത്രയും മാരകമായ വിഷം ശരീരത്തിൽ കയറിയിട്ട്, ജീവിതത്തിൽ കയറിയിട്ട് നിസ്സാരമായി അതിനെ എണ്ണി ഇങ്ങനെ ജീവിക്കുന്ന എന്തൊരു മൗഢ്യമാണ് മക്കളെ. അച്ഛൻ ചോദിക്കട്ടെ, എവിടെയാ നമ്മുടെ വിവേകം? വഴി നടന്നു പോകുമ്പോ കാലിൽ എന്തോ കൊണ്ടതൊരു മുള്ള, തിരിഞ്ഞു നോക്കിയപ്പോ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നു. കടിച്ചത് ഈ പാമ്പാണെന്നങ്ങ് നിലച്ചുപോയി. പാമ്പ് കടിച്ചിട്ടില്ല, കാലിൽ കൊണ്ടത് മുള്ളാണ്. എങ്കിലും ഈ പാമ്പിനെ കണ്ട നിലയ്ക്ക് അതെന്നാ ഒരു കുഞ്ഞു പാമ്പ് കാലയിലൊന്നും കടിച്ചു, ഇത്തിരി ഓരം വന്നു, അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കട്ടിലേക്ക് കയറി കിടക്കുമോ? അതോ അലമുറയിട്ട് വിളിക്കുമോ? എല്ലാവരും പോയോ? എന്തോ ചെയ്യും? ആശുപത്രി പോകും. എന്താ കാരണം? മരിച്ചു പോകുമെന്ന ഭയം അല്ലേ? ആണല്ലോ പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന് ഭയങ്കര ചുമയാ. ചുമ എന്ന് പറഞ്ഞാൽ കണ്ണു കാണാൻ വയ്യാത്ത ചുമ, ചുമച്ച് തൊണ്ട പൊട്ടി. ഈ മനുഷ്യൻ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് നല്ലമാരി വെച്ചിട്ടുണ്ട്. ഇയാൾക്കൊരു ശീലമുണ്ട്, കുഞ്ഞുപ്രായം മുതൽ കുപ്പിന്ന് കുടിച്ച ശീലം. പ്രിയപ്പെട്ടവരെ, ആദ്യം നിപ്പിള് കുപ്പിന്ന് കുടിച്ചു, നിപ്പിള് ഊരി കളഞ്ഞ് പിന്നെ കുടിച്ചു, പിന്നെ അടപ്പ് കടിച്ചു കളഞ്ഞ് കുടിച്ചു. കുടിച്ചത് മുഴുവൻ കുപ്പിന്ന് കുടിച്ചിട്ടുള്ളൂ ഈ കക്ഷി. അതുകൊണ്ട് മരുന്നും കുപ്പിന്ന് നേരിട്ടാ കുടിക്കുക. എവിടെ ഇരിപ്പുണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഈ മനുഷ്യന് ചുമച്ച് കണ്ണു കാണാൻ വയ്യാതെയായപ്പോ ഇയാൾ കൈ നീട്ടി അലമാരിയിൽ നിന്ന് മരുന്ന് കുപ്പി എടുത്ത് കുപ്പി അങ്ങ് തുറന്നു വെച്ച് വായിലേക്ക് ഒറ്റ ഒഴിക്കലും ഒറ്റ ഇറക്കലുവാ. ഇറങ്ങിപ്പോയപ്പോഴേ വലിയ നാഷണൽ ഹൈവേ വെട്ടിക്കൊണ്ടാ മരുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇയാൾ കെട്ടിപ്പോയി. എന്റെ പൊന്നു തമ്പുരാനി, ഇത് എന്നാ വരുന്നത്? ഞാൻ രാവിലെ കുടിച്ച മരുന്നിന് ഈ മാതിരി വിഷമമൊന്നും ഇല്ലായിരുന്നു. ഇത് എന്നാ സംഭവിക്കുന്നത്? കണ്ണു തുറന്ന് നോക്കുമ്പോഴേ കുടിച്ച സാധനം മരുന്നല്ല, അതിന്റെ അപ്പുറത്തിരുന്ന കുപ്പിയിൽ വെള്ളം ചേർക്കാത്ത ആസിഡാ. എന്റെ പൊന്നു തമ്പുരാനെ, ഇങ്ങനെ സംഭവം ബോധ്യപ്പെട്ടാൽ എന്തോ ചെയ്യും? ഇനി ഒരിക്കലും ഞാൻ ചുമക്കില്ല, എന്നേക്കുമായിട്ട് ചുമ കാണാനുള്ള മരുന്ന് ഞാൻ കുടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ചാരികസരോട്ട് കഴിക്കുന്ന പത്രം കൊടുത്ത് വായിക്കുമോ? അത് 108 വിളിക്കുമോ? വേണ്ടുന്നില്ല, 108 വിളിക്കും. എന്താ കാര്യം? കുടിച്ചത് ആസിഡാണെങ്കിൽ മരിച്ചു പോകുമെന്ന് പേടിയുണ്ട്. ഉണ്ടല്ലോ. വിഷം ശരീരത്തിൽ കയറി എന്ന് ഉറപ്പായാൽ അണുവിടെ തെറ്റാതെ നിമിഷം കളയാതെ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ബുദ്ധിമാന്മാരാ ഞാനും നിങ്ങളും ആണ്. എന്നാൽ ഏറ്റവും മാരകമായ ഭീകരമായ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ കൊന്ന് നരകത്തിന്റെ എരുതിയിൽ തള്ളിയിടാൻ കരുത്തുള്ള പാപമെന്ന മാരകവിഷം സിരകളെ കീഴടക്കി, മനസ്സിനെ കീഴടക്കി, മസ്തിഷ്കത്തെ കീഴടക്കി ഭരിച്ചിട്ടും ഒന്നും അറിയാത്ത മൂഢരെ പോലെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. എവിടെ ഇരിക്കുന്നു നമ്മുടെ വിവേകം? എന്തിനെങ്ങനെ ജീവിക്കുന്നു? ചികിത്സിക്കണ്ടേ? വേണ്ടേ പ്രിയപ്പെട്ടവരെ? ചികിത്സിക്കണ്ടേ? എന്താണ് ഈ വിഷമിറങ്ങാനുള്ള ചികിത്സ? ദൈവവൈതലേ, പാപം ഭീകരമാണ്. അതുകൊണ്ട് നടക്കരുതാരും. ജീവിതത്തെ തിരുത്തിക്കൊള്ളണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനം, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. ആമേൻ. റോമാലേഖനം 6-ാം അധ്യായം 23-ാം തിരുവചനം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം തിരുവചനം, പാപം ചെയ്യുന്നവൻ അവൻ ആര് തന്നെ ആയാലും അവൻ മരിക്കൂ. ചികിത്സിക്കണ്ടേ? വേണ്ടേ? വിവേകമുള്ളവർ, ബുദ്ധിയുള്ളവർ ചികിത്സിക്കും. മണ്ടന്മാർ ഈ വിഷവുമായി ജീവിതം തുടരും. ഒടുവിൽ നിത്യ നരകത്തിൽ. ഇവിടെ വന്നിരിക്കുന്നവരാരും മണ്ടന്മാരും മണ്ടികളുമാണെന്ന് അച്ഛൻ വിചാരിക്കുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിവേകമുണ്ട്. വിവേകമുണ്ടെങ്കിൽ അത് വിനിയോഗിക്കേണ്ടത് ഇപ്പോഴാണ്. ഇപ്പോൾ ഇതാണ് സമയം. ചികിത്സിക്കണം. എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? എന്ത് ചെയ്യണം? സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനം, തന്റെ ലംഘനങ്ങളെ മൂടി വയ്ക്കുന്നവന്, മറച്ചു വയ്ക്കുന്നവന്, ഒളിച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. പിന്നെയോ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കോ കരുണ ലഭിക്കും. ഹല്ലേലൂയ. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കോ കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഈ രാത്രി ഇവിടെ ഇരുന്ന് നിന്റെ പാപത്തെ ഏറ്റുപറയാൻ നിനക്ക് മനസ്സുണ്ടോ? മണ്ഡലം നല്ലതല്ലോ, നിന്റെ കൂടപ്പിറപ്പുമായിട്ടുള്ള ബന്ധം നല്ലതല്ലോ, നിന്റെ കുടുംബ
ബന്ധം നല്ലതല്ലോ, നിന്റെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടല്ലോ, നിന്റെ മക്കളുമായി നീ ഭിന്നിച്ച് കഴിഞ്ഞുകൂടുകയാണല്ലോ, നിന്റെ മാതാപിതാക്കളോട് നിനക്ക് എതിർപ്പുണ്ടല്ലോ, നിന്റെ പ്രാർത്ഥിക്കാനിരുന്ന കണ്ണുനീര് കൊണ്ട് പ്രളയം തീർക്കുന്നവരാ, അക്ഷരപ്രാസം തെറ്റാതെ പ്രാർത്ഥിച്ച് മനോഹരമായി ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങുന്നവരാ. പക്ഷെ കുടുംബജീവിതം നരകതുല്യമാ. ഒറ്റ വാക്ക്, ഇന്ന് രാത്രി ഇത് കേട്ടും വെച്ച് വീട്ടിൽ മടങ്ങിപ്പോയിട്ട് പരസ്പരം രമ്യതപ്പെടാതെ കിടന്നുറങ്ങിയിട്ട് ഭാര്യയോ ഭർത്താവോ രണ്ടിലൊരാൾ ഇന്ന് പുലരും മുമ്പ് മരിച്ചുപോയ രണ്ടുപേരും നരകത്തിൽ പോകേണ്ടി വരില്ലേ? ഇല്ലേ സഹോദരി? ചികിത്സിക്കണ്ടേ? വേണ്ടേ? ഒരു ജ്യേഷ്ഠനും അനുജനും ഒരു അമ്മ പ്രസവിച്ച മക്കൾ ഒരു പാത്രത്തിലുള്ള ഒരു പായിൽ ഉറങ്ങി വളർന്നവരാ. എവിടെ വെച്ചോ അവർ ഭിന്നിച്ചു, എന്തോ കാര്യത്തിൽ അവർ പരസ്പരം പോരടിച്ചു. സ്വത്ത് പങ്കിട്ടതാണോ, അല്ല ബിസിനസ് പറഞ്ഞ് പിരിഞ്ഞതാണോ, എന്തോ സൗന്ദര്യപ്പിണക്കത്തിൽ പിരിഞ്ഞതാണോ? വർഷങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, കയറി ഇറങ്ങുന്നില്ല, പച്ചവെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നില്ല. രണ്ടുപേരും ഭക്തരാണെന്ന് നടിച്ച് കുറ്റം മുഴുവൻ അവന്റെ എന്റെ അല്ലെന്ന് സ്വയം വിധിച്ച്, അവളുടെ എന്റെ അല്ലെന്ന് സ്വയം വിധിച്ച്, രണ്ടുപേരും സ്വയം വിശുദ്ധരായി പ്രഖ്യാപിച്ച് ആത്മീയതയുടെ നെറുകയിൽ തളം കെട്ടി ഇങ്ങനെ സഞ്ചരിക്കുക. ഒറ്റ ചോദ്യം, ഇന്ന് രാത്രി ഈ പ്രസംഗം കേട്ട് മടങ്ങിയിട്ട് രമ്യതപ്പെടാതെ കിടന്നുറങ്ങി ജ്യേഷ്ഠനോ അനുജനോ ജ്യേഷ്ഠത്തെയോ അനുജത്തിയോ രണ്ടിലൊരാൾ ഇന്ന് രാത്രി മരിച്ചുപോയ സത്യമായിട്ടും രണ്ടുപേരും നരകത്തിൽ പോകേണ്ടി വരില്ലേ? താമസിക്കണം, ചികിത്സിക്കാൻ താമസിക്കണം. വേണം, വിവേകം വേണം. ബുദ്ധിയുണ്ട് എനിക്കെന്ന് അഭിമാനിച്ചിട്ട് കാര്യമില്ല, അത് വിനിയോഗിക്കേണ്ടത് ഇപ്പോഴാ. ഹല്ലേലൂയ. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിലെ രഹസ്യമായതും പരസ്യമായതും ചെറുതും വലുതുമായ സകല പാപത്തെയും, ആന്തരികവും ഭൗതികവുമായ സകല പാപത്തെയും, ഗോപ്യമായി ചെയ്തതും മൂടിവെച്ചതുമായ സകല പാപത്തെയും ഇന്ന് ഞാൻ ഉപേക്ഷിക്കണം. എന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കും. നിങ്ങളെന്തേ വാടിപ്പോയത്? എന്തേ നിങ്ങളുടെ മുഖം വിവർണമായത്? എന്തേ മുഖത്തെ പുഞ്ചിരി മഞ്ഞുപോയത്? ഇത് നടപ്പാക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് വിധി എഴുതുകയാണ് നിങ്ങളുടെ മനസ്സ്. അതാണ് നിങ്ങളുടെ മുഖങ്ങളിൽ ഇപ്പോൾ ഞാൻ കാണുന്നത്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം തീയാണ്, പാറയെ കറക്കുന്ന ചുറ്റികയാണ്, ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ്, അതിനോട് ഉദയ്ക്കരുത്. ലഭ്യമാകുന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം ഇത്. ബുദ്ധിയുള്ളവർക്ക് തക്കത്തിൽ ഉപയോഗിക്കും. ആമേൻ, ആമേൻ. എന്റെ കർത്താവ് ഓരോ പ്രസംഗത്തിന് പോകുമ്പോഴും എന്നോട് പറയും, മോനെ ഇന്ന് നീ അവസാനത്തെ പ്രസംഗം പറയണം. ഇതും അത് തന്നെയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ഞായറാഴ്ചയും കുർബാനയ്ക്ക് ഒരുങ്ങി പോകുമ്പോൾ കർത്താവ് എന്നോട് പറയും, മോനെ ഇന്ന് നീ അവസാനത്തെ കുർബാന ചൊല്ലിക്കോണം. യാഗപീഠത്തോട് യാത്ര പറയുമ്പോൾ ഇനി നിന്റെ സന്നിധിയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഇവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ കർത്തൃസന്നിധിയിൽ നിന്നെ ചുംബിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഓരോ ഞായറാഴ്ചയും ആരാധന കഴിഞ്ഞ് യാഗപീഠത്തെ ചുംബിച്ച് കണ്ണുനീരോടെ യാത്ര പറയുന്ന പട്ടക്കാരനാണ് ഞാൻ. നിങ്ങൾക്കറിയുമോ നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ലാത്തതിനാൽ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴാ. ആമേൻ. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ തീരെ താല്പര്യമില്ല, ശബ്ദവുമില്ല. നിങ്ങളെ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ സ്വർഗത്തിന് സ്വന്തമാകുമെങ്കിൽ അത് സംഭവിക്കണമെന്നൊരൊറ്റ കൊതി മാത്രമേ ഇവിടെ നിന്ന് എനിക്കുള്ളൂ, എന്നെ നിർത്തിയ തമ്പുരാനുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ പരിഭവപ്പെടല്ലേ. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. ആകയാൽ ഞാൻ എന്ത് ചെയ്യണം? 2, ഞാൻ ഇന്ന് വരെ ജീവിച്ചത് എനിക്ക് വേണ്ടിയും എന്റെ പദ്ധതികൾക്ക് വേണ്ടിയുമാണ്. ഞാൻ സ്വപ്നം കണ്ടത് എനിക്ക് വേണ്ടി, ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണ്ടി, ഞാൻ അധ്വാനിച്ചത് എനിക്ക് വേണ്ടി, ഞാൻ ഓടിയത് എനിക്ക് വേണ്ടി, ഞാൻ പഠിച്ചത് എനിക്ക് വേണ്ടി, ഞാൻ എന്തെങ്കിലും ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി. എന്നാൽ ദൈവമേ, എനിക്ക് മനസ്സിലായി എനിക്ക് മുമ്പിൽ ഈ സമയം വളരെ കുറവാണ്. ആകയാൽ ഇപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, ഈ നിമിഷം മുതൽ ഇനി എനിക്ക് എത്ര നാൾ മിച്ചമുണ്ടെങ്കിൽ അത്രയും നാൾ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയും അവിടുത്തെ പദ്ധതികൾക്ക് വേണ്ടിയും ജീവിക്കും. ഹല്ലേലൂയ. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണെന്ന് ബോധ്യപ്പെട്ട ഈ രാത്രി ഞാൻ തീരുമാനിക്കുന്നു, ഈ നിമിഷം മുതൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടിയും അവിടുത്തെ പദ്ധതികൾക്ക് വേണ്ടിയും ജീവിക്കും. ആമേൻ. ഇന്ന് വരെ ജീവിച്ചതുപോലെയല്ല ഞാൻ ഇനി ജീവിക്കുക. ഇന്ന് വരെ ചിന്തിച്ചതുപോലെയല്ല ഞാൻ ഇനി ചിന്തിക്കുക. ഇന്ന് വരെ നടന്നതുപോലെയല്ല ഞാൻ ഇനി നടക്കുക. ഇന്ന് വരെ കണ്ടതുപോലെയല്ല ഞാൻ ഇനി ലോകത്തെ നോക്കി കാണുക. ഇന്ന് വരെ കൈകാര്യം ചെയ്തതുപോലെയല്ല ഞാൻ ഇനി എന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുക. ഇന്ന് വരെ കൈകാര്യം ചെയ്തതുപോലെയല്ല ഞാൻ എന്റെ കുടുംബകാര്യം കൈകാര്യം ചെയ്യുക. ഇന്ന് മുതൽ എല്ലാം കർത്താവിന് വേണ്ടി.
അവിടുത്തെ പദ്ധതികൾക്ക് വേണ്ടി ഞാൻ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. 116 സങ്കീർത്തനം 12 തിരുവചനം, കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഇന്നോളം ദൈവമേ ഞാൻ നിനക്ക് തന്നത് നിന്ദയും പരിഹാസവും ഏറ്റവും അപമാനവും കണ്ണുനീരും മാത്രമാണ്. എന്നെ ചൊല്ലി കരഞ്ഞ കാലമേ നിനക്കുണ്ടായിട്ടുള്ളൂ. ഞാൻ ഇന്ന് വരെ നിന്റെ മുഖം അന്വേഷിച്ചിട്ടില്ല. ദൈവമേ, എനിക്ക് ആവശ്യം വന്നപ്പോ നീ എന്റെ സൈഡിൽ നിൽക്കാൻ ഞാൻ നിന്നെ നിർബന്ധിച്ചതല്ലാതെ നിന്റെ താല്പര്യം അറിഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല. ഞാൻ പാപികളിൽ ഒന്നാമൻ തിരുത്തപ്പെടുന്നു. ദൈവമേ, ഇനി എന്റെ ജീവിതം നിനക്കുള്ളതാണ്, നിനക്ക് മാത്രമുള്ളതാണ്. നിന്റെ സുവിശേഷത്തിൽ പങ്കിടാനുള്ളതാണ്, നിന്റെ നാമത്തിന്റെ മഹത്വത്തിനുള്ളതാണ്. ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഞാനിനി നിന്നെ അപമാനിക്കുകയില്ല. ഞാൻ കാരണം നിന്റെ നാമം ദുഷിക്കപ്പെടുകയില്ല. കർത്താവേ, ഞാൻ എന്റെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കും. ഞാൻ ഏറ്റവും ക്ഷമയോടെ പെരുമാറും. ഞാൻ ഒച്ചപ്പാടും ബഹളവും മറ്റുള്ളവരെ ഷൗട്ട് ചെയ്യുന്ന ശീലവും ഇന്ന് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും. ഞാൻ ശാന്തനായിരിക്കും. കർത്താവേ, ഞാൻ തിരുവചനമെടുത്ത് ആഴമായി ധ്യാനിക്കും. ഞാൻ അതിന്റെ മർമ്മങ്ങൾ എന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കും. ഞാൻ എന്റെ കുടുംബത്തിൽ മുടങ്ങാതെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. കർത്താവേ, പള്ളിയിൽ കുടുംബമായി ഞങ്ങൾ ആരാധനയിൽ പങ്കുചേരും. ഈ ദിവസം മുതൽ ജീവിതം നിനക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഒരു പുതിയ അധ്യായം ഇന്ന് ഞാനിവിടെ തുടങ്ങുകയാണ്. കർത്താവേ, ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഇനി ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ. കർത്താവേ, നിന്റെ പദ്ധതികൾക്ക് വേണ്ടിയാ, നിന്റെ സുവിശേഷത്തിന് വേണ്ടിയാ. കർത്താവേ, ഞാൻ എൻ്റെ മക്കളെ എനിക്ക് വേണ്ടിയാ ഇന്ന് വരെ വളർത്തിയത്. ഇന്നു മുതൽ ഞാൻ എൻ്റെ മക്കളെ നിനക്ക് വേണ്ടി വളർത്തിക്കൊള്ളാം. നീ എനിക്ക് തന്ന ഈ മക്കളെ കർത്താവേ, ഇന്ന് വരെ ഞാൻ പണം എനിക്ക് വേണ്ടിയാ കൈകാര്യം ചെയ്തത്. ഞാനത് സമ്പാദിച്ചു കൂട്ടാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ അത് നിനക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടില്ല. നിന്റെ സുവിശേഷത്തെ പ്രതി വിനിയോഗിച്ചിട്ടില്ല. സാധുക്കളെ പ്രതി വിനിയോഗിച്ചിട്ടില്ല. എത്ര കിട്ടിയാലും എനിക്ക് തൃപ്തി വന്നിട്ടുമില്ല. കർത്താവേ, എന്റെ കാഴ്ചപ്പാട് ഇവിടെ വെച്ച് മാറുകയാണ്. കർത്താവേ, എന്റെ നിലപാട് മാറുകയാണ്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ആമേൻ. ഇന്നു മുതൽ എന്നെ കാണുന്നവർ നിന്നെ കാണുന്നതാ. ഞാൻ നിന്റെ സാക്ഷിയായി ജീവിക്കും. ഹല്ലേലൂയ. ഒരു ജീവിതമേ ഉള്ളൂ മക്കളെ, ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. ഇതിനോട് ചേർത്ത് പറയേണ്ട ഉദാഹരണങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം സമയം അനുവദിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സംഭവങ്ങൾ ചേർത്ത് വെച്ചിരുന്നെങ്കിൽ ഈ സംഗതി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ചിത്രമായി കിടക്കുമായിരുന്നു. നേരം അനുവദിക്കുന്നില്ല. ആമേൻ. ഇന്ന് ഞാൻ നിശ്ചയം ചെയ്യുന്നു, എനിക്ക് മുമ്പിൽ ശിഷ്ടമുള്ള സമയം എൻ്റെ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഞാൻ ഒരുപാട് നാളുകൾ പാഴാക്കി. എനിക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു. എനിക്ക് വേണ്ടി ഞാൻ ഓടി. എനിക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചു. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് മനസ്സിലായി എനിക്ക് മുമ്പിൽ സമയമില്ല. ഞാൻ നേടിയതൊന്നും എനിക്ക് പ്രയോജനപ്പെടുന്നില്ല. ലോകം എൻ്റെ മുമ്പിൽ പെട്ടെന്ന് അവസാനിക്കും. കർത്താവേ, ഞാൻ ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നീ എനിക്ക് തരുന്ന ശിഷ്ടകാലം നിനക്ക് വേണ്ടി, നിന്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് മുമ്പിൽ സമയം വളരെ പറയാൻ മടിയായി. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സമയം വളരെ കുറവാണ്. പറയാത്തവർക്ക് തീരെ. ആമേൻ. എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു, ഒന്ന്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കും. എന്റെ സകല പാപങ്ങളോടും ഇന്ന് രാത്രി ഇവിടെ വെച്ച് തന്നെ ഞാൻ വിട പറയും. ഞാൻ രമ്യതയുടെ, സ്നേഹത്തിന്റെ, സമർപ്പണത്തിന്റെ, വിശുദ്ധിയുടെ പാതയിലേക്ക് കയറി നടക്കും. രണ്ട്, ഇന്ന് വരെ ഞാൻ എനിക്ക് വേണ്ടിയും എന്റെ പദ്ധതികൾക്ക് വേണ്ടിയും ജീവിച്ചു. ശിഷ്ടകാലം ഞാൻ എന്റെ കർത്താവിന് വേണ്ടിയും അവിടുത്തെ ശ്രേഷ്ഠ പദ്ധതികൾക്ക് വേണ്ടിയും അവിടുത്തെ സുവിശേഷത്തിനും സ്വർഗരാജ്യത്തിന് കെട്ടുപണിക്കും വേണ്ടി ക്രിസ്തുവായി ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ തീരുമാനിക്കുന്ന മൂന്നാമത്തെ തീരുമാനം, ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ മണവാളന്റെ, എൻ്റെ മഹാരാജാവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി അവൻ എനിക്ക് വേണ്ടി ഒരുക്കുന്ന എൻ്റെ സ്വന്തം വീടിനായി കാത്തുകാത്തിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പോകാൻ സാധിക്കില്ല എന്നുള്ള നൊമ്പരം കൊണ്ടാണോ, അതോ ഇനി അവിടെ എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു സ്ഥലത്തെ കുറിച്ചാണ് അത്ര സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണോ നിങ്ങളുടെ ഹല്ലേലൂയയ്ക്ക് വാർദ്ധക്യം ബാധിച്ചു പോയത്? ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ എന്ന വാക്കിന് അപകടം പിടിച്ച അർത്ഥമൊന്നുമില്ല. ദൈവത്തിന് സ്തുതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ലെന്ന് അച്ഛന് തോന്നുന്നു.
ദൈവമക്കളെ, ദൈവത്തിന് സ്തുതി. ആ സ്തുതി പറയണമെങ്കിലും ഒരു യോഗ്യത വേണം. എന്താണെന്നറിയൂ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ 33-ാമത്തെ സങ്കീർത്തനം? 33-ാമത്തെ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീതിമാന്മാരെ കർത്താവിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആ സങ്കീർത്തന വാക്യം തെറ്റുകൂടാതെ ഇങ്ങനെയും വായിക്കാൻ കേട്ടോ: നീതി കെട്ടവരെ നിശബ്ദരായിരിക്കുവീൻ, സ്തുതിക്കുന്നത് നേരില്ലാത്തവർക്ക് ഉചിതമല്ലല്ലോ. ഒടുവിൽ വായിച്ചതാണ് ചെങ്ങന്നൂർക്കാർക്ക് പാകമാകുന്നതെങ്കിൽ മിണ്ടരുത്. ആദ്യം വായിച്ചത് പാകമാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇത് ചുമന്നതിനുള്ളവർക്ക് മാത്രം പറയാനുള്ള വാചകമാണ്. ഏത്? ഹല്ലേലൂയ, ആമേൻ. അത് ഞങ്ങൾക്ക് പാകാവില്ലച്ചോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ക്ഷമിക്കണം, ഞാൻ 10 മിനിറ്റോടെ കഴിയുമ്പോൾ പോക്കോളാം. ആമേൻ. തിരിച്ചറിവ്: ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വരവിനായി, അവൻ എനിക്ക് വേണ്ടി ഒരുക്കുന്ന എൻ്റെ സ്വന്തം വീടിനായി കാത്തിരിക്കും. എൻ്റെ വീട് ഇവിടെയല്ല. ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന വീടില്ല, നാടില്ല, നഗരമില്ല, കൊട്ടാരമില്ല, കെട്ടിടമില്ല, പാർപ്പിടമില്ല. ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന ബന്ധങ്ങളില്ല, ബന്ധുക്കളില്ല, പ്രിയങ്ങളില്ല, പ്രിയപ്പെട്ടവരില്ല, പ്രിയം വെച്ചവരുമില്ല. ഈ ലോകത്ത് എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും എല്ലാം എനിക്ക് നഷ്ടപ്പെടും. എല്ലാം കളഞ്ഞിട്ട് വെറും കൈയോടെ ഞാൻ പടിയിറങ്ങി പോകേണ്ടി വരും. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ ഇവിടെ വഴി അമ്പലവാസിയാണ്, ഇതുവഴി കടന്നു പോകുന്ന പഥികൻ. അത്രയേ ഉള്ളൂ എന്റെ ഭൗമലോകവാസം. ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രികനാണ്. ഞാൻ എവിടുത്തുകാരനാണെന്ന് അറിയാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആമേൻ. നമ്മൾ ഈ നാട്ടുകാരല്ല പ്രിയപ്പെട്ടവരെ. രോഗം വന്നാലെന്ത്, കഷ്ടം വന്നാലെന്ത്, പ്രയാസം വന്നാലെന്ത്, ദുഃഖം വന്നാലെന്ത്, ഈ ലോകം വിട്ടുപോകാനത് കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വിട്ടുപിരിഞ്ഞെന്റെ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ അധികം ഇഷ്ടമുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഓർക്കുന്നില്ലേ നിങ്ങൾ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, ആകയാൽ മരിക്കുന്നത് ലാഭവുമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ലോകം വിട്ടാലേ അവിടെ ചെല്ലാനൊക്കുള്ളൂ, അവിടെ ചെന്നാലേ പ്രിയനെ കാണാനൊക്കൂ, കാണാൻ വന്നാലേ സ്വന്തം വീട്ടിൽ ആനന്ദിപ്പാനൊക്കൂ. ആമേൻ. ലോകം വിട്ട് പോകുന്നതിനെ കുറിച്ച് നൊമ്പരപ്പെടുന്നവർ ആരും സ്വർഗം സ്വപ്നം കാണാത്തവരാണ്. ഹല്ലേലൂയ. സ്വർഗം സ്വപ്നം കാണുന്നവർക്ക് ലോകം വിട്ട് പോകുന്നതിനെ കുറിച്ച് ഒരാശങ്കയുമില്ല. ആമേൻ. പണ്ടൊരു ഭക്തൻ ഹൃദയം പൊട്ടി നിറഞ്ഞു പാടി: പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്, പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ഇപ്പോ യാതൊരു അർത്ഥത്തിലും സ്വർഗത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാത്തവർ ഈ പാട്ട് പാടും: പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. കർത്താവ് അവിടെ ഇരുന്ന് ചിരിക്കുന്നത് ഇവിടെ കാണുന്നില്ലല്ലോ ആരും. ആമേൻ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവുണ്ടാകണം. ഈ ഭൂമി നശിച്ചു പോകും. ഈ ഭൂമിയിൽ കാണുന്ന സകല മൂലപദാർത്ഥങ്ങളും കത്തി അഴിഞ്ഞു പോകും. ഈ ഭൂമി നശിച്ചു പോകുമെന്ന് ശാസ്ത്രം വിധി എഴുതി കഴിഞ്ഞു. ഭൂമിക്കപ്പുറം ഗോളാന്തര യാത്രകൾ നടത്തി കൂടുകൂട്ടാൻ ഇടം തേടുകയാണ് ഈ ലോകത്തെ മനുഷ്യൻ. ചൊവ്വയിൽ ചെന്ന് നോക്കി, പ്ലൂട്ടോയിൽ ചെന്ന് നോക്കി, അവിടൊക്കെ കൂടുകൂട്ടാൻ വെള്ളമുണ്ടോ, ഓക്സിജൻ ഉണ്ടോ, സാധ്യതയുണ്ടോ, അതൊക്കെ അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കിട്ടുകയില്ല. ഈ ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, കീറുന്നു, കാവൽമാടം പോലെ ആടുന്നു. ഇത് തകർന്നു വീഴും നിശ്ചയം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞയാണ്ടിൽ മാർച്ച് മാസത്തിൽ അച്ഛൻ ന്യൂസിലൻഡിലായിരുന്നു. ന്യൂസിലൻഡിലെ സുഹൃത്തുക്കളെ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. സ്ഥലത്തിന്റെ പേര് റൊട്ടറോവ. അവിടെ ചെന്ന് കാറെ ഇറങ്ങിയപ്പോൾ ഞാൻ അറിയാതെ മൂക്ക് പൊത്തിപ്പോയി. ചീമുട്ടയുടെ നാട്ടുകാരനെ നിൽക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിച്ചു, ഇവിടെ മുഴുവനും ചീമുട്ടയാണ്. അവർ ചിരിച്ചു. അവർ പറഞ്ഞു: അച്ഛാ, ഇവിടെ ഫോസ്ഫറസും സൾഫറും കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ മണമാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഇവിടെ മുഴുവനും വോൾക്കാനോസ് ആണ്, സജീവമായി നിൽക്കുന്ന വോൾക്കാനോസ്. പ്രിയപ്പെട്ടവരെ, ഭൂമി കിടന്ന് തിളച്ച് മറയുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. കത്തി പുകഞ്ഞു പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അതിനിടയിലൂടെ വെട്ടിയ വഴിയിലൂടെ ഞാൻ എന്റെ പ്രാണനെടുത്ത് കയ്യിൽ പിടിച്ച് നടന്നു. ഏതെങ്കിലും വോൾക്കാനോസ് മുന്നറിയിപ്പ് കൂടാതെ അതിവേഗം പൊട്ടിപ്പൊങ്ങിയാൽ ഞാൻ അവിടെ മുങ്ങി തീർന്നു പോകും. പൊങ്ങി വരികയില്ല നിശ്ചയം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഈ ഭൂമി യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഇടമാണ്. ഇതിലിരിക്കുന്ന മനുഷ്യനും ഗ്യാരണ്ടി ഇല്ലാത്തവനാണ്. ഗ്യാരണ്ടി ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഗ്യാരണ്ടി ഉള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ജീവിതത്തെ ഒരുക്കി പ്രിയന്റെ വരവിനായി കാത്തിരിക്കണം. വിവേകമുള്ളവരാവുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ പിതാവായ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങളുടെ കർത്താവിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ, അല്ല, നിങ്ങളുടെ പ്രാണനിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. നമ്മൾ ഈ നാട്ടുകാരല്ലല്ലോ, നമ്മുടെ ഇടനിലല്ലോ, നമ്മളിവിടെ ശാശ്വതവാസികളല്ലല്ലോ. ഒരു നല്ല വീട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. രാജാതിരാജൻ വരുമല്ലോ, അവൻ കൊണ്ടുപോകാൻ വരുമെന്ന് വാഗ്ദത്തം ചെയ്തവനാണല്ലോ. അവൻ വാക്കുമാറാത്ത വിശ്വസ്തനാണല്ലോ. അവൻ ഒരുക്കുന്നത് കൊട്ടാരങ്ങളാണല്ലോ. പോകണ്ട പ്രിയപ്പെട്ടവരെ,
ഒരുങ്ങിക്കൊള്ളണം. ആമേൻ. സമയം തീരുകയാണ്. അതുകൊണ്ട് വേഗത്തിൽ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അച്ഛൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും, അല്ലെങ്കിലും ആ അച്ഛനൊരു അധിക പ്രസംഗിയാണെന്ന്. അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അച്ഛൻ ഇവിടെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി മാസയുടെ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയമായി തീർന്നത്. കർത്താവേ, എൻ്റെ നാളുകൾ എണ്ണി നോക്കാനുള്ള പരിജ്ഞാനം എനിക്ക് തരയണമേ, വിവേകം എനിക്ക് തരയണമേ. ഈ രാത്രി നമ്മൾ നമ്മുടെ നാളുകൾ എണ്ണി നോക്കി. ആമേൻ. യാക്കോബ് പറഞ്ഞു, അത് ഇപ്പോൾ കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവിയാണ്. ഈ ദാവീദ് പറഞ്ഞു, 4 വിരൽ നീളമേ ഉള്ളൂ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമെന്ന്. ഇയ്യോബ് പറഞ്ഞു, നെയ്ത്തോടത്തിലും വേഗത്തിലാണ് എൻ്റെ നാളുകൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. മോശ പറഞ്ഞു, രാവിലെ മുളച്ചു വരുന്നതും വൈകുന്നേരത്ത് അരിഞ്ഞു വാടിപ്പോകുന്നതുമായ പുല്ലുപോലെയാണ് എൻ്റെ ജീവിതമെന്ന്. എനിക്കൊരു കാര്യം ഉറപ്പായി, എനിക്ക് മുമ്പിൽ സമയം വളരെ കുറവാണെന്ന്. ആകയാൽ ഈ രാത്രി ഞാൻ വിവേകത്തോടെ 3 തീരുമാനങ്ങൾ ചെയ്തു. ഒന്ന്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കും. ആന്തരികവും ഭൗതികവും രഹസ്യവും പരസ്യവുമായ ചെറുതും വലുതുമായ സകല പാപങ്ങളോടും ഞാൻ ഇന്ന് രാത്രി വിട പറയും. ആമേൻ. എൻ്റെ ലംഘനങ്ങളുമായി ഞാൻ ഈ പന്തലിൽ നിന്ന് പോവുകയില്ല. ഈ രാത്രി പുലരും വരെ ഞാൻ ഒരാളോടുള്ള വെറുപ്പോ മുറിവോ വെച്ചുകൊണ്ട് ഉറങ്ങുകയില്ല. നാളെ പ്രഭാതം ഞാൻ കണ്ടില്ലെങ്കിൽ നരകം എൻ്റെ അവകാശമായി ഞാൻ സ്വയം വിലയ്ക്ക് വാങ്ങാതിരിക്കാൻ ഞാൻ രമ്യതപ്പെട്ടുകൊള്ളു. ആമേൻ. വീണ്ടും ഞാൻ തീരുമാനിച്ച 2ാമത്തെ കാര്യം, ഇന്ന് വരെ ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയും ജീവിച്ചു. ഇനിയുള്ള കാലം എത്രയെന്ന് എനിക്കറിയില്ല. അത്രയും കാലം എൻ്റെ കർത്താവിനും അവിടുത്തെ പദ്ധതികൾക്ക് വേണ്ടിയും ഞാൻ ജീവിക്കും. 3, ഈ നിമിഷം മുതൽ എൻ്റെ പ്രിയന്റെ വരവിനായി അവൻ എനിക്ക് വേണ്ടി ഒരുക്കുന്ന എൻ്റെ സ്വന്തം വീടിനായി ഞാൻ കാത്തുകാത്തിരിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷ, അതാണ് എൻ്റെ സ്വപ്നം, അതാണ് എൻ്റെ കാത്തിരിപ്പ്. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കളയാൻ സമയമില്ല. ഇതാണ് തീരുമാനമെടുക്കേണ്ട നിമിഷം. ഇപ്പോൾ തന്നെയാണ് അനുഗമിക്കേണ്ടത്, ഇപ്പോൾ തന്നെയാണ് ചികിത്സിക്കപ്പെടേണ്ടത്. ഈ നിമിഷങ്ങളിലാണ് കണ്ണു നിറയേണ്ടത്, ഈ നിമിഷങ്ങളിലാണ് ചങ്ക് പൊട്ടേണ്ടത്. ഈ നിമിഷങ്ങളിൽ അതെ, കർത്താവിൻ്റെ കണ്ണുകൾ എന്നെയും നിന്നെയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ സൂക്ഷിച്ചു നോക്കുന്നത് നെഞ്ചിനകത്തേക്കാണ്, ഹൃദയത്തിന്റെ നിലയാണ്. തിരുത്തപ്പെടേണ്ടവർ തിരുത്തപ്പെടാതെ മത്സരിച്ച് മടങ്ങരുത് ദൈവമക്കളെ. ഈ മനുഷ്യരുടെയൊക്കെ ബലം കർത്താവ് നിർത്തിയില്ലെങ്കിൽ തീർന്നു. അതുകൊണ്ട് തീരുമാനമെടുത്താട്ടെ, സമർപ്പിച്ചു കൊടുത്താട്ടെ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, ഈ രാത്രി ഞങ്ങളെ ഇങ്ങനെ സന്ദർശിക്കാൻ തിരുവുള്ളതുമേയല്ലോ. ഈ പന്തലിൽ നെടുകയും കുറുകയും നീ നടക്കുന്നുണ്ടല്ലോ. ഈ ജനത്തിന്റെ തൊട്ട് മുമ്പിൽ നീ ചെന്ന പ്രതീക്ഷയോടെ നെഞ്ചിനകത്തേക്ക് നോക്കുന്നുണ്ടല്ലോ. ദൈവമേ, ഈ രാത്രി ഇവിടെ ഇരുന്ന് ചിലർ സത്യമായിട്ടും അനുദപിക്കുന്നുണ്ട്, ചിലർ രമ്യതപ്പെടാൻ തീരുമാനിക്കുന്നുണ്ട്, ചിലർ മദ്യപാനത്തോടും മറ്റ് പാപങ്ങളോടും വിട പറയുന്നുണ്ട്, ചിലർ കുടുംബ സമാധാനത്തിന് ദൃഢനിശ്ചയം ചെയ്യുന്നുണ്ട്, ചിലർ കർത്താവേ നിന്റെ വഴിയിലേക്ക് തികച്ചും ചുവടുമാറാൻ തീരുമാനിക്കുന്നുണ്ട്. ദൈവമേ, 3-4 ദിവസം ഇവിടെ കൺവെൻഷൻ നടത്തിയിട്ട് ഒരാൾ പോലും നിന്റേതായില്ലെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇതിന് മുടക്കിയ പണവും സമയവും വ്യയവും വെറുതെയാകുമല്ലോ. സ്വർഗ്ഗമേ, ഈ ജനത്തെ സ്വീകരിക്കണമേ. ഈ ജനത്തിന്റെ അനുതാപ കണ്ണുനീർ ഏറ്റുവാങ്ങണമേ. ഈ ജനത്തെ നീ നെഞ്ചോട് ചേർക്കണമേ. ഈ ജനത്തിന്റെ പാപത്തെ ക്ഷമിക്കണമേ. ഈ ജനം നിന്റെ അവകാശമായി തീരണമേ. കർത്താവേ, ആരും വന്നതുപോലെ മടങ്ങല്ലേ, ആരും ഇരുന്നതുപോലെ എഴുന്നേറ്റ് പോകല്ലേ, ഒരാൾ പോലും വന്ന വഴിയിലൂടെ പാപ വഴിയിലൂടെ മടങ്ങി പോകല്ലേ. ഈ ജനം സ്വർഗത്തിലേക്ക് നടവള്ളട്ടെ. ഈ ജനം നിന്റെ നെഞ്ചോട് ചേർന്നിരിക്കട്ടെ. ഈ ജനം നിന്റെ വലതുകരം മുറുകെ പിടിക്കട്ടെ. ഈ ജനം നിന്റെ അവകാശമായി മാറട്ടെ. സ്വർഗമേ പെയ്തിറങ്ങിയാലും, സ്വർഗമേ ഇവിടെ പെയ്തിറങ്ങിയാലും ഇന്ന് നരകം തലതല്ലി കരയട്ടെ. ഇന്ന് സ്വർഗത്തിൽ ജയഘോഷം ഉണ്ടാകട്ടെ. ഈ ജനം സ്വർഗത്തിന്റെ അവകാശം അനുഭവിക്കട്ടെ, സ്വീകരിക്കട്ടെ. ദൈവമായ കർത്താവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച ദൂത് അനേകരുടെ മാറ്റത്തിനും അനേകരുടെ വിടുതലിനും അനേക കുടുംബങ്ങളുടെ സമാധാനത്തിനും ഭദ്രാസനത്തിന്റെ പുതിയ മുഖച്ഛായയ്ക്കും കെട്ടുപണിക്കും ഇടവരുത്തുമാറാകണമേ. ഞങ്ങളുടെ മഹാപുരോഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവമേ സുവിശേഷകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ഈ ഭദ്രാസനത്തിന് സകല ഇടവകകളെയും ഇടവക കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുരുഷന്മാരെ സമർപ്പിക്കുന്നു, സ്ത്രീകളെ സമർപ്പിക്കുന്നു, ബാലന്മാരെ സമർപ്പിക്കുന്നു, വൃദ്ധന്മാരെ സമർപ്പിക്കുന്നു. കർത്താവെ, പിന്തിരിഞ്ഞിരിക്കുന്നവരെ, മദ്യപാനത്തിൽ പിടിക്കപ്പെട്ടവരെ, വിവിധ പാപങ്ങൾക്ക് മുലകുത്തുകളിൽ അടിമപ്പെട്ടവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനവും ഒന്നടങ്കം സ്വർഗത്തിൽ കാണുവാൻ ഭാഗ്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരും കൈവിട്ടു പോകല്ലേ, ആരും കൈവിട്ടു പോകല്ലേ, ആരും കൈവിട്ടു പോകല്ലേ. സ്വർഗം ജയമെടുക്കണം. താഴ്ത്തി താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രാണപ്രിയ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിനോട് 1000 നന്ദി. ദൈവമക്കളെ,
നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നല്ലോ. കേട്ട വചനം എനിക്ക് നിങ്ങൾക്കും വലിയ അനുഭവത്തിനും അനുഗ്രഹത്തിനുമായി തീരട്ടെ. അച്ഛൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആരെയെങ്കിലും മുറിപ്പെടുത്തിയെങ്കിൽ സത്യമായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ആയുധമെടുത്ത് വെട്ടുന്നവൻ അതെവിടെയെങ്കിലും മുറിവുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വെട്ടുന്നത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് മുറിവേറ്റിട്ടില്ലെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അധ്വാനിച്ചത് പാഴായി പോയി എന്ന് നിലച്ച് ഞാൻ മടങ്ങണം. കണ്ണുനീരൊഴുകട്ടെ. ഈ രാത്രി ചിലരുടെയെങ്കിലും ഉറക്കം നഷ്ടപ്പെടട്ടെ. ചിലരെങ്കിലും ഇന്ന് രാത്രി സത്യമായിട്ടും അനുഭവിക്കട്ടെ. ഇന്ന് ക്രൂശിന്റെ ചുവട്ടിൽ കെട്ടിപ്പിടിച്ച് കരയാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അച്ഛൻ്റെ മടക്കയാത്രയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛന് 115 കിലോമീറ്റർ തിരികെ കോതമംഗലം വരെ വണ്ടി ഓടിക്കണം. കർത്താവിൻ്റെ കൂടെയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. വീണ്ടും ഈ ഭൂമുഖത്ത് ഇതുപോലെ മുഖാമുഖം കാണാൻ കർത്താവ് അനുവദിച്ചാൽ കാണാം. അല്ല, മറ്റൊന്നാണ് കർത്താവ് തീരുമാനിക്കുന്നതെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരുമിച്ച് കാണാൻ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദർഭം എനിക്ക് തന്ന എല്ലാവരോടും, പ്രത്യേക അഭിമുഖ തിരുമേനിയോടും ഭദ്രാസന ചുമതലക്കാരോടുമുള്ള വിനയപൂർവ്വമായ നന്ദി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടുമ്പോൾ സ്വത്രായ